السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അഭിവന്ദരായ PCH സഖാഫി ഉസ്താദ്, അവിടുത്തെ ജ്യേഷ്ഠ സഹോദരൻ, അനുജൻ, അതുപോലെ പ്രിയപ്പെട്ട സദസ്സിലുള്ള ജ്യേഷ്ഠ അനുജ സഹോദരങ്ങൾ, ഉമ്മബെങ്ങന്മാർ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഖൈറിൻ്റെ അഖിലുകാരിൽ പെടുത്തുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും പടരുന്ന രോഗങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രയാസമാകും വിധത്തിലെ കിടപ്പുകളിൽ നിന്ന് അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ്, ഒരു നല്ല ബറക്കത്തുള്ള മജ്ലിസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങളുടെ പേരിൽ ബഹുമാനപ്പെട്ട PCH ഉസ്താദ് ഒരു നല്ല കനപ്പെട്ട പുസ്തകം എഴുതി അന്നിവിടെ പ്രകാശനം ചെയ്യുകയും എനിക്കും ഒരു പുസ്തകം ലഭിച്ചു. വല്ലാത്ത ഒരു സന്തോഷകരമായ പുസ്തകം. ഒരു സാധാരണയുള്ള ഒരു മജ്ലിസ് അല്ല, ഒരാക്കി ഒഴിക്കുക എന്ന രൂപത്തിലല്ല. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്, മഗ്‌രിബിൻ്റെ ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൗലിദ് നടക്കുന്നു. 1.5 മണിക്കൂർ ദിക്റും ഇവിടെ നടന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കുറഞ്ഞ സമയം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉപ്പാപ്പ അവിടുത്തെ ഇജാസത്ത് മുഖേന നടത്തി വരുന്ന ഈ ഒരു മജ്ലിസ് എന്നോട് PCH ഉസ്താദ് പറഞ്ഞു, ഒന്നും ഒഴിവാക്കാറില്ല, എല്ലാ ആഴ്ചയും. അത് വളരെ പ്രയാസമാണ്. പല ഭാഗങ്ങളിലുള്ള ഹൽക്കകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കാലാണല്ലോ പറഞ്ഞ് 101-ലും 313-ലൊക്കെ ചുരുക്കിയത്. അപ്പോൾ അതിന് പോകുമ്പോൾ പല സ്ഥലങ്ങളും കാണാം. അപ്പോൾ ഇതൊരാക്കി ഒഴിക്കലല്ല. ഇന്നിപ്പോൾ അത് മുഴുവനും ചൊല്ലി തീർത്തിട്ടാണ് നമ്മുടെ ഈ പ്രഭാഷണം തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹ്, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, എനിക്കൊരു തിരക്കുമില്ല, ഞാനിവിടെ കൂടിക്കൊള്ളൊരു തിരക്കില്ല, ഒരു മഹബത്ത് കൊണ്ട് വന്നത് തന്നെയാണ്. ഞാൻ ബഹുമാനപ്പെട്ടവരെയും നല്ല മഹബത്ത് വെക്കുന്ന ഒരാളാണ്. പരസ്പരം ഗൈബത്തിൽ ദുആയിലും പെടുത്താറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് റസൂലുള്ളാഹിൻ്റെ ഹദ്റത്തിലും അറഫയിലൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടുത്തെ ഒപ്പ അതൊരു വല്ലാത്ത വിനയത്തിൻ്റെ, തവാദുഇൻ്റെ, ജീവിതം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു വലിയ കേന്ദ്രമാണ്
ബഹുമാനപ്പെട്ട കരീം ഉസ്താദ് 46 ദിവസത്തോളം ഞാൻ ഉസ്താദിൻ്റെ കൂടെ, അഥവാ പി സി എച്ച് ഉസ്താദിൻ്റെ ഒക്കെ ഉപ്പ, ആ വാപ്പയുടെ കൂടെ ഞാൻ 46 ദിവസത്തോളം, അന്നൊക്കെ ഹജ്ജിന് 46, 50 അലിയലിയായിരുന്നു. ഇപ്പോഴാണെങ്കിലും മാറി മാറി കുറഞ്ഞു വരുന്നത്. അലി ഉസ്താദ് അളിയനാന്ന് ഇപ്പോഴാണ് അറിയണേ. നമ്മളെ ചങ്ങായ കണ്ട വയസ്സായ പോലെ തോന്നും, വയസ്സൊന്നുമില്ല ഇതിന്. അപ്പോൾ 46 ദിവസത്തോളം ഉസ്താദിൻ്റെ കൂടെ, അഥവാ പി സി എച്ച് ഉസ്താദിൻ്റെ ഉപ്പാൻ്റെ കൂടെ നടക്കും, പ്രവർത്തിക്കും. ജീവിതം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു പൊരുത്തം കൂടിയാണ് ലക്ഷ്യം വെച്ച് ഈ മജ്‌ലിസിൽ വരുന്നത്. അൽഹംദുലില്ലാഹ്, പി സി എച്ച് ഉസ്താദും ആ തണലിലൂടെ തന്നെ ജീവിക്കുന്ന ഒരു മുവഫക്ക് കൂടിയാണ്. അപ്പോൾ ഈ മജ്‌ലിസിൽ ഒരു ദീർഘമായ പ്രഭാഷണം അല്ല ഉദ്ദേശിക്കുന്നത്. മഗ്‌രിബ് തൊട്ടിരിക്കുന്നവരാ നിങ്ങൾ. മൗലൂദും കഴിഞ്ഞു, 1.5 മണിക്കൂർ ദിക്റും നിങ്ങൾ ചൊല്ലിയിട്ടായിരിക്കുന്നത്. നിങ്ങളൊക്കെ 1000 ദിക്റ് ചൊല്ലിയ, 1000 ചൊല്ലി എന്ന് പറഞ്ഞ് ഒക്കെ ചൊല്ലിയിരിക്കുക. അള്ളാഹ് കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഞാനിവിടെ കുറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഉസ്താദിൻ്റെ ജ്യേഷ്ഠൻ മൂസാൻകുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട് ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കുടുംബം ഇവിടെയും ദുരുസും ഒക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു. ഈ കുടുംബത്തിനൊക്കെ അള്ളാഹു ബറക്കത്ത് ഏറ്റിക്കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വളരെ മരീമസമായി കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ മജ്‌ലിസിൽ ഞാൻ വന്ന് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിരുന്നു. ഒരു കൊല്ലം പിന്നിടുമ്പോഴേക്കും അവസ്ഥകളൊക്കെ ഒരു 10 കൊല്ലത്തിൻ്റെ അപ്പുറത്ത് എന്നൊക്കെ പറയല്ലോ, അതുപോലെയാണ് ഒരു കൊല്ലം പിന്നിടുമ്പോൾ. വളരെ മരീമസമായ ഒരു ചുറ്റുപാടാണ്. കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പോൾ അങ്ങനെയുള്ളൊരു വേദനാജനകമായ വാക്കുകൾ പറയാനില്ല. ഞാനിവിടെ ചില ചാടിപ്പോക്കുകളുടെ അവസ്ഥകളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഒരു ഉമ്മാനെ വെട്ടിക്കൊന്ന കഥ 2 മാസമാകുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ മുമ്പ് കുറേ കൊല്ലമായി ഞങ്ങൾക്ക് വാഴതിന് വരുന്നുണ്ട്. പി സി എച്ച് ഉസ്താദ് നല്ല വാഴ പറയുന്ന ആളാണ്, കുറേ മുമ്പ് തന്നെ തുടങ്ങിയതാ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ കൊല്ലമായിക്കാണ് വാഴ പറയാൻ തുടങ്ങിയിട്ട്, 10, 35, 38 കൊല്ലമായി കാണും. അപ്പോൾ ഞാനിവിടെ അന്നൊക്കെ വാഴ പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അവസ്ഥകൾ അത് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഇന്ന് ഒരു ഉമ്മാനെ വെട്ടിക്കൊന്നത് നമ്മുടെ മലയാള മണ്ണിലാണെന്ന് ഓർക്കേണ്ടതുണ്ട്. ഒരു ഉമ്മയെ വെട്ടിക്കൊല്ലുന്നത് സ്വന്തം മകൻ പൊന്നുമ്മാനെ വെട്ടിക്കൊന്നു നമ്മുടെ മലയാള മണ്ണിൽ. തൊട്ടു പിന്നിലായി ഒരു വാപ്പയുടെ കഴുത്തും മറുത്തു, അതും നമ്മുടെ മലയാള മണ്ണിലാണ്. ഒരു ഉപ്പയുടെ കഴുത്തെറുക്കുമ്പോൾ കോടി നിറക്കുന്നത് പോലെ വാപ്പയുടെ കഴുത്തെറുക്കുമ്പോൾ സക്കറാത്തിൻ്റെ ഘട്ടമെന്ന് പറയില്ല സഹോദരങ്ങളെ. ആ ഘട്ടത്തിൽ ഈ വാപ്പ സ്വന്തം മോനോട് ആംഗ്യം കാണിക്കുന്നുണ്ട് എത്രത്തുള്ളി വെള്ളത്തിന്. പക്ഷേ മകന് അറിഞ്ഞില്ല ഇത് വാപ്പയാണ്, എൻ്റെ ഉപ്പാനെയാണ് ഈ അറുക്കുന്നത് എന്നറിയുന്നില്ലത്രേ. കാരണം അവൻ കള്ളിന് ലഹരികൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്തൊരു വീട്ടിൽ 5 പേരെ കൊന്നൊടുക്കി ഒരുത്തൻ, അവനും ലഹരികൾക്ക് അടിമപ്പെട്ടവനാണ്. ഈമാനിൻ്റെ വെളിച്ചം കിട്ടിയ കുട്ടികളിൽ വരെ ഈ അവസ്ഥ കാണുമ്പോൾ മിഫ്താഹു കുല്ലി ശർ, എല്ലാ ഷർറിൻ്റെയും എല്ലാ നാശത്തിൻ്റെയും തുടക്കം അത് ലഹരിയുമായി അടുക്കലാകുന്നു, ലഹരിയുമായി ബന്ധപ്പെടലാകുന്നു. യഖ്റുജു ശാരിബുൽ ഖംരി യൗമൽ ഖിയാമത്തി അന്തന മിനൽ ജീഫ. മാസങ്ങൾക്ക് മുമ്പ് ചത്തുകിടക്കുന്ന പട്ടിയെ കുടിച്ചു മൂടാതെ റോഡിലോ വരാന്തയിലോ പറമ്പിലോ വെച്ചാൽ അതിൻ്റെ ദുർഗന്ധം എത്രയായിരിക്കും? അതിനേക്കാളും വലിയ ദുർഗന്ധത്തോടുകൂടെ ഒരു പറ്റം കുട്ടികൾ വരാനുണ്ട്. അവർ ലഹരികൾക്ക് അടിമപ്പെടുന്ന മക്കളാണ്.
കഞ്ചാവിനടിമപ്പെടുന്ന കുട്ടികളാണ്, കള്ളിനടിമപ്പെടുന്ന മക്കളാണ്. യുസമ്മൂനഹാ ബിസ്മി ഗൈരിഹാ, ധാരാളം പേരുകൾ ആഖിർ സമാനിൽ വരും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു, ലഹരി പദാർത്ഥങ്ങളുടെ പേരുകൾ എത്ര നിങ്ങൾക്കറിയും? ആ മക്കൾ 15 പേര് എണ്ണിത്തന്നു. 15 പേര്. എന്നിട്ട് ആ മക്കൾ പറഞ്ഞ്, ഇനി ഞങ്ങൾക്ക് അറിയൂല, വേറെയും പേരുണ്ട്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ദീൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, പല പേരുകളുമായി ലഹരി പദാർത്ഥങ്ങൾ ആഞ്ഞടിക്കും അടുക്കളയുടെ ഉള്ളറകളിൽ വരെ. സൗദി അറേബ്യ തൊട്ട് മറ്റു അറബി നാടുകൾ എവിടെയാണെങ്കിലും മയക്കുമരുന്നുമായി ഒരുത്തനെ പിടിച്ചാൽ അവന് ജീവിതം കാണാൻ പ്രയാസമായിരിക്കും. സൗദി അറേബ്യ അടക്കം മറ്റു അറബി നാടുകളിൽ വരെ ആർക്കാണ് ജീവിതത്തിലേക്ക് പിന്നെ വഴി കാണാൻ കഴിയുക? മയക്കുമരുന്നുമായി പിടിപെട്ട ഒരുത്തന്. കാരണം ഇതാണ് എല്ലാ നാശത്തിൻ്റെയും തുടക്കം. രാഷ്ട്രത്തിന് നഷ്ടമാണ്, ഭൂമിക്ക് കേടാണ്, വീട്ടിനതിലേറെ കേടമാണ്, കുടുംബത്തിന് നാശമാണ്. മാ ഖലഖല്ലാഹു ഖൽഖൻ അദറ മിന സ്വാഹിബി സൂഅ്. ചീത്ത കൂട്ടുകെട്ടിനേക്കാൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൂട്ടുകാർ, ആ കൂട്ടുകെട്ടിനേക്കാൾ ബെടക്ക് പിടിച്ച ജീവിതം, ബെടക്ക് പിടിച്ച കൂട്ടുകെട്ട് ലോകത്ത് എന്താകുന്നു എന്ന് മഹാന്മാർ ചോദിക്കുന്നുണ്ട്. മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. മൻ അത്അമ ശാരിബൽ ഖംർ, അല്ലാഹുവിൻ്റെ ഹബീബ് മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ അത്അമ ശാരിബൽ ഖംർ, കള്ളുമായി കഞ്ചാവുമായി ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നവന് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ ആ ഭക്ഷണം കൊടുക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ, സല്ലത്തല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅഖറബാ, പാമ്പുകൾ കൊണ്ടും തേളുകൾ കൊണ്ടും അവനെ കൊത്തിവലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ആർക്ക് സഹോദരങ്ങളെ? ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടവനെ കുറിച്ചല്ല, കഞ്ചാവുമായി ബന്ധപ്പെട്ടവനെ കുറിച്ചുമല്ല, അവർക്കൊരു പിടി ചോറ് കൊടുക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചാണ് ദീൻ പഠിപ്പിക്കുന്നത്. നഊദു ബില്ലാഹ്. വമൻ അഖറലഹു ഖർലാ, ആരെങ്കിലും ആ മനുഷ്യന് അല്പം കടം കൊടുത്ത് സഹായിക്കുന്നുവെങ്കിൽ ഫഖദ് ആന അലാ ഖത്രി മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ തക്ക കാരണമില്ലാതെ കൊന്നുകളയുന്നുവെങ്കിൽ എത്ര വലിയ ശിക്ഷയാണ്. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ കൊല്ലുന്നുവെങ്കിൽ നഊദു ബില്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളെ, ഒരാളെയും ആക്രമിക്കാനോ കൊല്ലലോ പോകട്ടെ, ഒരാളെ വേദനിപ്പിക്കാൻ, വിഷമിപ്പിക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ, കരയിപ്പിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പഴമക്കാരുടെ ദുആയുണ്ട്, പടച്ചവനെ, ഒരൊറ്റ മനുഷ്യനെ വെറുക്കാത്ത, വെറുപ്പിക്കാത്ത, വേദനിപ്പിക്കാത്ത, കരയിപ്പിക്കാത്തൊരു ജീവിതം നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് പഴമക്കാരുടെ ദുആയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ കരയരുത്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശൈലി കൊണ്ടോ ഒരാൾ കണ്ണീരൊടുക്കേണ്ട ഗതി വരരുത്. ഒരാളോട് പിണങ്ങുന്ന, ഒരാളെ വെറുപ്പിക്കുന്ന ഒരവസ്ഥ അല്ലാഹു നമ്മൾക്ക് കാക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, എങ്കിൽ ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ടവന് അല്പം കടം കൊടുത്ത് സഹായിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. വമൻ ജാലസഹു ഹശറഹുല്ലാഹ് യൗമൽ ഖിയാമത്തി അഅമാ. മുസ്ലിമീങ്ങളെ, ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, കഞ്ചാവുമായി അടിമപ്പെട്ട് സഹവസിക്കരുത്. അവരോട് നിങ്ങൾ ഇരിക്കുകയോ ചങ്ങാതിയാക്കുകയോ ചെയ്യരുത്. ഹശറഹുല്ലാഹ്, കുടിയനുമായി സഹവസിച്ച് കൂട്ടുകാരാക്കി നടക്കുന്നവൻ, അവന് അല്ലാഹു കുരുടനാക്കി കൊണ്ടുവരുന്നവനാണ്, കുരുടനാക്കി കൊണ്ടുവരുന്നതാണ്. ഖാല റബ്ബി ലിമ ഹശറതനി അഅമാ വഖദ് കുൻതു ബസീറാ.
പടച്ചവരെ, ഞാൻ നല്ല കാഴ്ചയുള്ളവരായിരുന്നല്ലോ, എന്തേ ഇപ്പോൾ എന്നെ കുരുടനാക്കിയത്? ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. കാര്യം ശരിയാണ്. ഖാല കദാലിക അതത്ക ആയാതുനാ, ദീനിന്റെ വിധിവിലക്കുകൾ കുടിയനുമായി ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരെ അവരെ സഹായിക്കാനോ അവരോട് സഹവസിക്കാനോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനോ അവർക്ക് തുള്ളി വെള്ളം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ നീ ആ ഭാഗത്തേക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ദീൻ പഠിപ്പിച്ചുവെങ്കിൽ നീ അത് വലിച്ചെറിഞ്ഞില്ലേ? എന്നാൽ ഫകദാലികൽ യൗമ തുൻസാ, ഇന്ന് നിങ്ങളെ ഞാനും മറന്നിരിക്കുന്നു എന്ന് അല്ലാഹു ഒരു മുഅ്മിനെ കുറിച്ച് പറയുന്ന ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും ജ്യേഷ്ഠാനുജന്മാരെ? നോക്കൂ നിങ്ങൾ. അപ്പോൾ ഒരു കുടിയന്റെ ഭവിഷ്യത്ത്, അതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരുടെ ഭവിഷ്യത്ത് നോക്കൂ നിങ്ങൾ. എത്ര തൗഫീഖിന്റെ ഉടമകളാണ് ആ തൗഫീഖ് വലിച്ചെറിയുന്നത്. ഇവിടെയെങ്ങാനും ഒരു കുട്ടി, നമ്മുടെ നാട്ടിൽ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടി വന്ന് മൂത്രമടിക്കുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു നോക്കും. നിങ്ങൾ എന്നോട് പറയും, ഉസ്താദേ അത് സുഖമില്ലാത്ത ഒരാളാണ്, ബുദ്ധിയില്ലാത്ത ഒരാളാണ്. എൻ്റെ പ്രശ്നം തീർന്നു. അത് നിങ്ങൾ നമ്മുടെ സഭ വടക്കാകാതിരിക്കാൻ വേണ്ടി ആ കുട്ടിയെ വലിച്ചു കൊണ്ടുപോകും. അവനെ എന്തിനാണ് മൂത്രമടിച്ചെന്ന് ചോദിച്ച് ചീത്ത പറയോ? ആരും ചീത്ത പറയില്ല, കാരണം അത് ബുദ്ധിയില്ലാത്ത കുട്ടിയാണെന്നറിയാം. അതുപോലെ ഒരു പശു വന്ന് മൂത്രമടിക്കുന്നു, ആ പശുവിനെ നമ്മൾ ആരെങ്കിലും ചീത്ത പറയോ? ബുദ്ധിയില്ലാത്ത ജീവിയാണെന്നറിയാം, ആട്ടിവിടും നമ്മൾ നമ്മുടെ സഭ വടക്കാകാതിരിക്കാൻ. എന്നാൽ എൻ്റെ അനുജാ, ബുദ്ധിയുള്ളൊരു കുട്ടിയെങ്ങാനും ഇവിടെ വന്ന് മൂത്രമടിക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ വെറുതെ വിടുമോ? ഏറ്റവും ചുരുങ്ങിയത് ഉപദേശിക്കാനെങ്കിലും നാം പോകില്ലയോ? അല്ലാഹു നമുക്ക് നൽകിയ ബുദ്ധി, ആ ബുദ്ധിയാണ് വല്ലാത്ത റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്. ബുദ്ധി നഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ കുട്ടിയും അതുപോലെ പശുവും ഒരുപോലെയായിരിക്കുമെന്ന് മഹാന്മാര് വിവരിക്കുന്നുവെങ്കിൽ പോകട്ടെ, ബൽഹും അതല്ല, അതിനേക്കാളും അപ്പുറത്തായിരിക്കുമെന്നും മഹാന്മാര് വിവരിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ആ ബുദ്ധിയാണ് നമ്മുടെ പൊന്നുമക്കൾ, നമ്മുടെ കുട്ടികൾ. 16-17 വയസ്സുള്ള കുട്ടികൾ, ആൺകുട്ടികളെക്കാളും കൂടുതൽ ഇന്ന് പെൺകുട്ടികൾ. വേദനാജനകമായ സാഹചര്യമാണ് മുസ്ലിമീങ്ങളെ, വേദനാജനകമായ രംഗമാണ്. സ്കൂളുകളിലേക്ക് പോകുന്ന കാര്യപ്പെട്ട ഹാജിമാരുടെ, ഹജ്ജുമ്മമാരുടെ മക്കൾ, കഅബാലയത്തിന്റെ ഖില്ല പിടിക്കാൻ അവസരം ലഭിച്ച മക്കൾ, അവരുടെ മക്കൾ, ആ മക്കളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ബുദ്ധി നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് ചെയ്ത നിഅമത്തുകളിൽ ധാരാളമുണ്ട് സഹോദരങ്ങളെ. ലാ ഹദ്ദ വലാ ഹസ്റ, ലാ ഹദ്ദ വലാ ഹസ്റ, കണക്കും കയ്യുമില്ല. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് ചെയ്ത നിഅമത്തിൽ നമ്മുടെ നിസ്ഫ ദഖീഖ, അര മിനിറ്റെങ്ങാനും അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹവും നിഅമത്തും നാം ഒന്നോർത്തു നോക്കിയാൽ, വഅദ് പറയുന്നവനാവട്ടെ നിങ്ങളാവട്ടെ, എത്ര കണ്ണ് കാണാത്ത ആളുകളുണ്ട്. എൻ്റെ കുട്ടികൾ 5-6 മക്കളുണ്ട്. മക്കളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഭാര്യയുടെ മുഖം കണ്ടിട്ടില്ല, എൻ്റെ ഉമ്മയുടെ മുഖം എന്താണെന്ന് എനിക്കറിയൂല, എങ്ങനെയാണെന്നറിയൂല. എനിക്ക് അല്ലാഹു കാഴ്ച തന്നിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് 10 രൂപ ചോദിച്ച് കൈ നീട്ടില്ല എന്ന് പറയുന്ന കോട്ടക്കലങ്ങാടിയിലും അതുപോലെ വെട്ടിച്ചിറങ്ങാടികളുമൊക്കെ ചെന്നാൽ പാവമാണ് സഹോദരങ്ങളെ. ആ കണ്ണ് കാണാത്ത ആളുകളുടെ അവസ്ഥ നമ്മൾ വായിച്ചിട്ടുണ്ടോ? നാം ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ കുട്ടികളുടെ അവസ്ഥ? അതുപോലെ കോടികൾ ആസ്തിയുണ്ട്, 4-5 തലമുറക്ക് ജീവിക്കാനുള്ള ആസ്തിയുള്ള നല്ല നല്ല ഹജിമാർ ആഴ്ചയിൽ 2-3 ദിവസം ഡയാലിസിസ് നടത്തുന്ന പാവങ്ങളുണ്ട്.
അവര് പണത്തിന്റെ കുറവ് കൊണ്ടല്ല, നല്ല നല്ല അനുഗ്രഹങ്ങൾ കൊണ്ടാരവും കോടികൾ ആസ്തിയുമുണ്ട്, പക്ഷേ അവര് നിരാശരാ. അവരോട് ചോദിക്കേണ്ട പിതാക്കളെ അവിടെ മനസ്സ് വായിച്ചാൽ മതി. ഡയാലിസ് നടത്തുന്ന, കിഡ്നി നഷ്ടപ്പെട്ട ഡയാലിസ് നടക്കുന്ന പാവങ്ങൾ കോടികളുണ്ട്, എന്നിട്ടും പാവമെന്ന് പറയുന്നത് അവര് നിരാശരാണ്. അവിടെ മനസ്സ് പൊട്ടി ജീവിക്കുന്നുണ്ട്. ക്യാൻസർ പിടിച്ച് എല്ലായി കിടക്കുന്നവരുണ്ട്. അതുപോലെ വർഷങ്ങളോളമായി മയ്യത്ത് കിടക്കുന്നത് പോലെ കിടക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. അങ്ങ് നോക്കൂ നിങ്ങൾ, എത്രയെത്ര ആളുകൾ പള്ളിയിൽ പോയി 9 കൊല്ലമായി 11 കൊല്ലമായി എന്റെ നെറ്റിത്തടം പടച്ച റബ്ബിന് ഭൂമിയിലൊന്ന് വെക്കാൻ സാധിച്ചിട്ട് 11 കൊല്ലം കഴിഞ്ഞു. പ്രായം ചെന്നവരുടെ വാക്കുകളല്ല, നടുത്തരക്കാരാണ് പറയുന്നത്. അവർ അപകടത്തിൽപ്പെട്ടതാണ്, കാലിന് പരിക്കു പറ്റി 11 കൊല്ലമായിട്ട്. അതുപോലെ വേറെ സഹോദരൻ പറഞ്ഞു 9 കൊല്ലമെന്ന്. 11ഉം 9ഉം കൊല്ലമായി എന്റെ നെറ്റിത്തടം ഖാലിഖായ റബ്ബിന് ഒന്ന് തലകുനിച്ച് ഭൂമിയിൽ വെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില പള്ളികളൊക്കെ ഓഡിറ്റോറിയം മോഡലായിട്ടുണ്ട്, കല്യാണ മണ്ഡപം മോഡൽ എന്നൊക്കെ പറയില്ലേ. എന്താ ഇതുപോലെയുള്ള കസേരകൾ പള്ളികൾ നിറഞ്ഞു കിടക്കുന്നത് കാണാം. എന്തിനാണെന്നറിയോ? 1 മണിക്കൂർ പുറത്തു നിന്ന് സംസാരിച്ചാലും അല്ലാഹ് ഖാലിഖായ റബ്ബിന് 4 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്. അവരെ കുറിച്ചല്ല ചർച്ച, അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവര് ശുക്ർ കാണിക്കാത്തവരാണ്. അതേ സ്ഥാനത്ത് കാലുവേദനയുള്ളവരുണ്ട്. അവരുടെ മനസ്സും അവർക്കും റബ്ബനെ അറിയൂ. നമ്മളൊരാളെയും നിസ്സാരപ്പെടുത്താൻ പോകരുത്. അവരുടെ പ്രയാസം അവർക്ക് അറിയൂ. അവർക്ക് ഇരിക്കാനും സുജൂദിലായൊന്ന് തലകുരിക്കാനും കഴിയാത്ത ഉമറാക്കളുണ്ട്, പാവങ്ങളുണ്ട്. നോക്കു മുസ്ലിമീങ്ങളെ, നമുക്ക് അല്ലാഹു കാഴ്ച തന്നല്ലോ, കേൾവി ശക്തി തന്നല്ലോ, അതുപോലെ നടക്കാനുള്ള തൗഫീഖും അതുപോലെ നെറ്റിത്തടമെന്ന് ഭൂമിയിൽ വെക്കാനുള്ള തൗഫീഖുമൊക്കെ കിട്ടിയ ധാരാളം ആളുകളുണ്ട്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജബത്തുൽ ഔലാദി. തങ്ങളപ്പ വരുന്നില്ല വേദാണോ? എന്താ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളതാണപ്പ? അത് ഈ മുത്തുപ്പത്തനെ വന്നല്ല. അതെ, അല്ല, നിങ്ങളെന്നെ ഇത് കൈകാര്യം ചെയ്യണ്ടേ. ഞാൻ കുറച്ച് സമയം പറയാം. തങ്ങളപ്പോൾ വന്നാൽ നിർത്തലാണ്, റസൂലുള്ളാഹിന്റെ കുട്ടികൾ വന്നാൽ നിർത്തലാണ് നമ്മളെ പതിവ്. അതെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് 10 മണി വരെ പോകും. തങ്ങളപ്പം എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹിന്റെ മക്കൾ അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോ നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു ഒരു മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ. മുസ്ലിമീങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് കണക്കാക്കാൻ ഒരു വിരലെങ്ങാനും മനക്കാൻ കഴിയാതെ പോയാൽ, ഒരു വിരലെങ്ങാനും മുറിഞ്ഞു പോയാൽ, ഒരു വിരലൊന്ന് കൂടിപ്പോയാൽ, നോക്കൂ നിങ്ങൾ, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്ത് കണക്കും കയ്യുമില്ല. അതിൽ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു നമുക്ക് നൽകിയ മക്കൾ. ഞാനൊരു രക്ഷിതാവാണ്, ഞാനും ചിന്തിക്കേണ്ടവനാണ്. അല്ലാഹു നമുക്ക് നൽകിയ മക്കൾ, അതാണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന്. ആ കുട്ടി നഷ്ടപ്പെട്ടാൽ
നമ്മുടെ ജീവിതം കഴിഞ്ഞില്ലേ സഹോദരങ്ങളെ? നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? കല്യാണം കഴിച്ച് 10-20 കൊല്ലമായ പാവപ്പെട്ട ദമ്പതികൾ രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ നോക്കിയിട്ട് കണ്ണീരൊടുക്കുന്ന, മദ്രസയിലേക്ക് പോകുന്ന മക്കളെ നോക്കി കണ്ണീരൊടുക്കുന്ന സ്ത്രീകളെ കാണാം. ഭർത്താവ് ചോദിക്കും, നീ എന്തിനാണ് കരയുന്നത്? ആ പെണ്ണ് ഭർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയും, ഒന്നുമില്ല, ആ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് ബാഗ് പിടിച്ചു ഓടുന്ന കുട്ടികളെ കണ്ടപ്പോ അറിയാതെ അങ്ങ് കരഞ്ഞു പോയതാണ്. എൻ്റെ അനുജാ, നമ്മുടെ മക്കളുടെ മഹത്വം തിരിയടോ. ആ കല്യാണം കഴിഞ്ഞ് 10-20 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാത്ത ദമ്പതികളുടെ മനസ്സൊന്ന് വായിച്ചു നോക്കടേ. അവിടെ മനസ്സൊന്ന് വായിച്ചാൽ മതി. അവരോട് ചോദിക്കേണ്ടതില്ല, അവിടെ മുഖത്തേക്ക് നോക്കേണ്ടതില്ല, അവിടെ മനസ്സൊന്ന് വായിച്ചാൽ മതി. ആരാണ് നമ്മുടെ മക്കൾ? അൽഹംദുലില്ലാഹ്. ആ മക്കളെങ്ങാരും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ എന്തിനാണ് മുസ്ലിമീങ്ങളെ ഈ മണ്ണിൽ നമ്മൾ ജീവിക്കുന്നത്? നിഅമുൽ അൽബനൂന നിഅമുൽ വൽബനാതു ഹസനാത്. ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ്, പെൺകുട്ടികളോ നന്മകളാണ്. ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ് എങ്കിൽ പെൺമക്കൾ ഹസനാത്, അവർ നന്മകളാണ്. ثم لتسألن يومئذ عن النعيم. അല്ലാഹു ഒരു മനുഷ്യന് എത്രമാത്രം നിഅമത്ത് ചെയ്തുവോ അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കുന്നതാണ്. ഇല്ലാ മിൻ ഖിർഖത്തിൽ സതറ ബിഹാ ഔറതഹു വഇല്ലാ മിൻ കിസ്റത്തി ഖുബ്സിൽ സദ്ദ ബിഹാ ജൂഅതഹു വഇല്ലാ മിൻ ഖില്ലിൽ യതദഖലു ഫീഹി മിനൽ ഹർരി വൽ ഖുർരി. ഖാല റസൂലുള്ളാഹി. അല്ലാഹു ആയിരക്കണക്കായ നിഅമത്ത് നമുക്ക് നൽകിയിട്ട് പടച്ച റബ്ബ് ചോദിക്കാത്തൊരു അനുഗ്രഹമുണ്ട് എങ്കിൽ അത് 3 കാര്യം മാത്രമാണ്. ആ 3 കാര്യം അല്ലാത്തതൊക്കെ ചോദിക്കും. അതിൽ അൽബനൂന നിഅമൽ, നമ്മുടെ ആൺകുട്ടികളൊക്കെ ചോദിക്കാൻ അർഹതപ്പെട്ട അനുഗ്രഹങ്ങളുടെ ഉടമകളാണ്. വൽബനാതു ഹസനാത്, പെൺകുട്ടികൾ നന്മകളാണ്. അത് ചോദിക്കപ്പെടുന്നതല്ലെന്ന് മഅന ഉസ്താദുമാർക്കൊക്കെ അറിയാം. പെൺമക്കൾ ഹസനാത്താണ്. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ബറക്കത്ത് എത്രയാണ്. ഒരു വീട്ടിൽ 2 പെൺമക്കളുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് 2 പെൺകുട്ടികൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ മനുഷ്യന്, ആ മനുഷ്യനും അതുപോലെ ആ മനുഷ്യന്റെ ഭാര്യയ്ക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ബറക്കത്തും ഐശ്വര്യവും എത്രയാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, 16-17 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഇന്ന് സ്കൂളിന്റെ വരാന്തയിലും മറ്റും ലഹരികൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നത്. അവിടെ ബുദ്ധിയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് തിരിയുന്നില്ല ഇതെന്റെ ആങ്ങളെയാണ്, അല്ലെങ്കിൽ എൻ്റെ പെങ്ങളാണ്, എൻ്റെ ഉമ്മയാണെന്ന് അവർക്ക് തിരിയുന്നില്ല. നല്ല നല്ല കാര്യപ്പെട്ട ഹാജിമാരുടെ മക്കൾ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നു നോക്കൂ. നിങ്ങൾ ഇന്ന് നാടുകാണി ചുരത്തിൽ വെക്കേഷൻ സമയമാണ്, ഊട്ടിയിലേക്കുള്ള ടൂറുകൾ പോകുന്ന നമ്മുടെ നല്ല കാര്യപ്പെട്ട ഹാജിമാരുടെ മക്കൾ, നാടുകാണിയുടെ മാതാപിതാക്കളെ 3:30 മണിക്ക് സ്കൂൾ വിടുന്നുവെങ്കിൽ 4 മണിക്ക് വീട്ടിലെത്താൻ വൈകുകയോ എത്താൻ കാണാതിരിക്കുകയോ ചെയ്താൽ കണ്ണീരെടുക്കുന്ന ഉമ്മയും വെപ്രാളം പിടിച്ചുകൊണ്ട് എവിടെയാ അവൾ പോയതെന്ന് ചോദിക്കുന്ന വാപ്പയും ഇന്നോ 2, 3, 4 ദിവസം ഉല്ലാസയാത്രയുമായി ഏതോ ചെക്കന്മാരും ഒത്തൊരു ബസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും. കാലഘട്ടം പറഞ്ഞാൽ ഇതിന് നിരൂപിക്കാൻ ആളുകളുണ്ട്, വിമർശിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്ക് പള്ളിക്കാട്ടിൽ ചെന്ന് കിടക്കുമ്പോഴേ അവസ്ഥകളൊക്കെ അറിയൂ. നോക്കൂ നിങ്ങൾ, നമ്മുടെ കുട്ടികൾ 18-20 വയസ്സായ
പെൺകുട്ടികൾ രാത്രി ഒരു ദിവസമല്ല 4-5 ദിവസം ഉല്ലാസയാത്രയുമായി പോകുമ്പോൾ നാടുകാണി ചുരത്തിൽ ഒരു ചരട് പോലുമില്ലാതെ ആൺകുട്ടികളും പെൺകുട്ടികളുടെ അടിഞ്ഞാട്ടം ഏത് രക്ഷിതാവിന്റെ മനസ്സാണ് പൊട്ടാതിരിക്കുന്നത്? കൺപൊത്തി നടക്കുന്നവരുണ്ട്. കുടുംബങ്ങളുടെ ഇടയിൽ കണ്ടുപോയാൽ നാണമാണ്, നാണക്കേടാണ്. നല്ല നല്ല കാര്യപ്പെട്ട ഹജ്ജുമ്മമാർ, കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ അവസരം ലഭിച്ച ഹജ്ജുമ്മമാർ അവരുടെ കുട്ടികളാണ്. എന്നാൽ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് സാഹചര്യം അങ്ങ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അല്ലാഹു പിതാക്കളെ, ഞാനും ഒരു വാപ്പയാണ്. എനിക്കല്ലാഹു മക്കളെ തന്നിട്ടുണ്ട്. ആ നിലക്ക് ഞാൻ ഈ ശബ്ദം കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുന്നു, അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് ഖുർറത്തുൽ ഐൻ, മക്കളെ കൊണ്ടുള്ളൊരു കുളിർമ, മക്കളെ കൊണ്ട് കൺകുളിർമയാവുക എന്നുള്ളത് അത് വല്ലാത്ത ഐശ്വര്യമാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ട് കൺകുളിർമയുണ്ടാവുക എന്നുള്ളത്. എവിടെയാണ് സഹോദരാ കാര്യപ്പെട്ട ഹജ്ജിമാർ 30 ലക്ഷം മുടക്കി ഉള്ള സ്ഥലം വിറ്റുകൊണ്ട് 30 ലക്ഷം ഞാൻ മുടക്കിയിട്ട് എൻ്റെ മകനെ ഇന്ത്യയുടെ പുറത്തേക്ക് പഠിപ്പിക്കാൻ വിട്ടു. എന്ത് അഭിമാനമായി പറഞ്ഞിരുന്ന ആളുകൾ അവർ തന്നെയാണ് പിന്നീട് എൻ്റെ അഭിമന്യ ഗുരു, ധാരാളം 10,000-കണക്കായ പണ്ഡിത മുത്തുകളുടെ ഗുരു ശൈഖുന പൊന്മള ഉസ്താദ്, അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഉസ്താദിന്റെ ചാരത്ത് വന്നൊരു മനുഷ്യൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഉസ്താദെ, ആദ്യം എൻ്റെ മോനെ ഞാൻ പഠിപ്പിക്കാൻ വിട്ടവൻ ഡോക്ടറായി വരും, 10-30 ലക്ഷം ചെലവായിട്ടുണ്ട്. പിന്നെ അതേ മനുഷ്യൻ വന്ന് ഉസ്താദിനോട് പറഞ്ഞൊരു പദമുണ്ട്, മരിക്കാൻ വല്ല വഴി ദീനിലുണ്ടോ? മരിക്കാൻ എന്തെങ്കിലും ഒരു ഹലാലായ നിലക്കുള്ള വഴി അന്വേഷിക്കുമ്പോ 10-30 ലക്ഷം കൊടുത്ത് വളർത്തിയ എൻ്റെ മകൻ, എൻ്റെ പൊന്നുമോൻ ഒരു വേശ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഉസ്താദെ. തറവാട്ടിന് നിരക്കാത്ത, കുടുംബത്തിന് ഒട്ടും നിരക്കാത്ത ഒരു വേശ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നഊദുബില്ലാഹ്. എന്താണ് പിതാക്കളെ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയാൽ? ഒരു ഭാഗത്ത് ആൺകുട്ടികൾ വേശ്യപ്പെൺകുട്ടികളുമായി വരുന്നതും പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുപോകുന്നതും കാര്യപ്പെട്ട ഹാജിമാരുടെ മക്കളിൽ തന്നെയാണ്. ഒരു ഭാഗത്തങ്ങനെയാണ് എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് സൂചിപ്പിച്ചു, പെൺകുട്ടികളുടെ ചാടിപ്പോക്കിന്റെ കഥകൾ ഞാനൊന്ന് ചെറിയൊരു സൂചന നൽകിയിരിക്കുന്നു. നഊദുബില്ലാഹ്. പഴയ കാലത്ത് ഉസ്താദുമാരൊക്കെ പറയും, അസ്രാഈലിന്റെ വരവും ഓട്ടോറിക്ഷയുടെ തിരിക്കലപ്പെടാ പറയാൻ പറ്റൂല. പഴമക്കാരുടെ വാക്കുകളാണ്. ഇപ്പോൾ ഉസ്താദുമാരൊക്കെ പറയുന്നത് അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കെപ്പെടാ പറയാൻ പറ്റൂല. എനിക്ക് 2 ചരിത്രം പറഞ്ഞാൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ തികക്കാൻ അറിയാത്ത ആളല്ല ഞാൻ. കുറേ കൊല്ലായി വാന്ന് പറയും. പക്ഷേ മനസ്സ് പൊട്ടുന്ന റബ്ബ് ചോദ്യം ചെയ്യുമല്ലോ ഇങ്ങോട്ടും. അല്ലാഹു ഈ പ്രസംഗിക്കാനുള്ള അവസരം തന്നിട്ട് ഇപ്പോഴുള്ള സാഹചര്യം ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാനും ശരിക്ക് ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്താണ് സഹോദരങ്ങളെ, പെൺകുട്ടികളുടെ ചാടിപ്പോക്കി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ആർക്കും ആരോടൊരു കൃപയില്ല. മുമ്പൊക്കെ എൻ്റെ ഉമ്മാന്റെ വേദന എത്രയായിരിക്കും, എൻ്റെ വാപ്പയുടെ പ്രയാസം എന്തായിരിക്കും? അങ്ങനൊന്നുമില്ല. ഷഫക്കത്ത്, കൃപ, പെൺകുട്ടികൾക്കൊരു ഷഫക്കത്ത് അതുമില്ല. നമ്മുടെ ജില്ലയിൽ തന്നെ, നമ്മുടെ ജില്ലയിൽ വേദനാജനകമായ രംഗമാണ്. നാളെ കല്യാണമാണ് എങ്കിൽ, അഥവാ ഞായറാഴ്ച ദിവസം കല്യാണം നടക്കുമ്പോ ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് ആ പുതുപ്പെണ്ണായി ഇറങ്ങുന്ന പെൺകുട്ടി ചാടിപ്പോകുന്നു നമ്മുടെ ജില്ലയിൽ. നിങ്ങൾ വിചാരിക്കരുത് ഞാനേതോ പുറമക്കാരാന്ന് വിചാരിക്കണ്ട, ഞാനീ ജില്ലക്കാരനാണ്. എൻ്റെ തറവാടൊക്കെ ഇവിടെ തന്നെ, ഉമ്മയുടെയും ബാപ്പയുടെ ഒക്കെ തറവാട് ഈ പരിസരത്ത് തന്നെ ഉള്ളത്. ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ പോയി അവിടെ തന്നെ എൻ്റെ ഒരു തറവാടുള്ളത്. അപ്പം ഞാൻ പുറമക്കാർ അവിടെ വന്ന് ഇങ്ങനെ പറയാ ജില്ല, അങ്ങനെ നിങ്ങൾ കരുതണ്ട. നമ്മളൊക്കെ ഒരു ജിൻസ് തന്നെയാണ്. ഞാൻ അങ്ങനെ ദേവർസ്വലാതെ കൊണ്ട് വേറെ ഐക്ക് ചിന്തിക്കണ്ട. അപ്പോ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജില്ലയിൽ
മഹാന്മാരായ പണ്ഡിത മുത്തുകളും ഔലിയാക്കളും സാദാത്തുക്കളും ലക്ഷക്കണക്ക് 10,000-കണക്കിന് വരുന്ന മുത്തഅല്ലിമീങ്ങൾ വളരുന്ന ഒരു മണ്ണാണ് സഹോദരങ്ങളെ. നാളെ കല്യാണമാണ് എങ്കിൽ ഇന്ന് രാത്രി ഒരു മോള് ചാടിപ്പോകുന്ന അവസ്ഥ. പുതുപ്പെണ്ണിനെ കാണാനില്ല. പള്ളിയത്തെ ഉസ്താദ് തന്ത്രപരമായി ഹിക്മത്ത് എന്നൊക്കെ പറയില്ല അലി ഉസ്താദെ, അവരിങ്ങനെ ഹിക്മത്തോടെ ഈ ഉപ്പാനെ സമാധാനിപ്പിച്ചു. അപ്പൊ ഇയാള് പറയാണത്രേ, നാളെ നിക്കാഹിന് കയ്യൊടുക്കണ്ടേ, ഒരു നാടൻ ഹാജിയര് നാളെ കയ്യൊടുക്കണ്ടേ. അപ്പൊ എങ്ങനെ കയ്യൊടുക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഉസ്താദ് പറയാ, വിഷമിക്കേണ്ട, പരിഹാരം ഞാൻ കാണും. പള്ളിയത്തെ ഉസ്താദെ, അയാളെ സമാധാനിപ്പിക്കാൻ ഞാൻ നേരം പെടുത്തു. 10,000-2,000 ആളുകളെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. വലിയൊരു കല്യാണം, അള്ള നിഅമത്ത് കൊടുത്ത വലിയൊരു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആ മനുഷ്യന്റെ വേദന. ഈ ആളുകളൊക്കെ വന്ന് ഭക്ഷണം കടിച്ചു പോകുന്നു. പുതുപ്പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട പെൺകുട്ടി ചാടിപ്പോയിട്ടുണ്ട്. അവൾക്ക് 4 ദിവസം മുമ്പ് പോയിക്കൂടെ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ എന്തൊരു നന്ദി കേടാണ്. പക്ഷേ അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ആ സാധു മരിച്ചത്രേ, അറ്റാക്ക് മരണം. മനസ്സിലെ വേദന എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കി. വല്ലാ വേദനാജനകമായ ഒരു കാഴ്ച. നഊദു ബില്ലാഹ്. പറഞ്ഞാൽ ഓരോ ഭാഗങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളിൽ പറയാണ്ട് നമ്മുടെ ജില്ലയിൽ യാതൊരു പേടിയില്ല. ചാടിപ്പോകുന്ന വിഷയത്തിൽ ഒരു ദുഃഖമോ ഒരു വിഷമോ ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയില് വ്യാപിച്ചൊന്നുണ്ട്. പെൺകുട്ടികൾക്ക് പുതിയാപ്പള വേണ്ടത്ര. കുറച്ചെണ്ണം കയ്യട്ടെ, കുറച്ചെണ്ണം കടിയട്ടെ. അവരൊക്കെ അള്ള പൊരിക്കുന്ന രംഗേ, അവരൊക്കെ പൊരിക്കുന്നൊരു കാഴ്ച. പെൺകുട്ടികളെ വേണ്ടത്ര. നമ്മളെ ഈ പരിസരത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഈ അരിയൊരു തുറപ്പിച്ചു നോക്കണേ നമ്മളെ. അതൊക്കെ പുതിയാപ്പളാരെ വേണ്ട പെൺകുട്ടികള്. ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് കല്യാണം ശരിയായി. ആ പള്ളിയത്തെ ഉസ്താദും കമ്മിറ്റിക്കാരും നാട്ടുകാരൊക്കെ കൂടി 4-5 പവനുണ്ടാക്കിയിട്ട് പെൺകുട്ടിയുടെ നിക്കാഹ് ഉറപ്പിച്ചു. ഉമ്മി ബാപ്പില്ലാത്തൊരു പെൺകുട്ടി, ഒരു എത്തീമത്ത്, പക്ക എത്തീമത്ത്. അതിന് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് നിക്കാഹ് വെച്ചത്രേ. രാവിലെ ഇവള് പറയാ, എനിക്ക് പുതിയ അടുത്ത നമ്മുടെ കൊണ്ടോട്ടി ഭാഗത്ത് അവൻ കല്യാണം കഴിച്ചു, കുഞ്ഞും ജനിച്ചിട്ടുണ്ട്, 1 കൊല്ലായി ഒരു കുട്ടിയുണ്ട് എന്ന്. രാത്രി ഇങ്ങനെ വീട്ടിനടയുമ്പോ ഭാര്യയൊത്ത് കിടക്കുമ്പോ വിളി ചോദിക്കണത്തെ, എന്നെ ഒന്ന് ഫ്രീ ആക്കി തരുമോ? അപ്പൊ അവന്, എന്താ നീ പറയണ്? എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, നാളെ ഞങ്ങളിങ്ങനെ ഒരു വഴിക്ക് പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം ഭർത്താവിനോട്. അപ്പൊ ഇയാള് ചോദിച്ചത്രേ, നമ്മൾ ഈ കുട്ടി ചോദിച്ചപ്പോ, കുട്ടി എനിക്ക് എന്തായാലും വേണ്ട, കുട്ടി നിങ്ങളെ കുട്ടിയല്ലേ, എനിക്ക് വേണ്ട. ഒരു തള്ള പറയാ, എവിടെയാ ലോകം എത്തി നിൽക്കുന്ന നിങ്ങൾ പറയും. ഒരു പെൺകുട്ടി പറയാ, എനിക്ക് വേണ്ട. വിഷയം അവിടെ അല്ല. നേരം വെളുത്തു, ഒരു ചെക്കൻ ബൈക്കിൽ വന്ന് പുരയുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ പെണ്ണ് ഡ്രസ്സ് മാറ്റിയിട്ട് സ്വന്തം ഭർത്താവിനോട് ഈ പെണ്ണ് പറയാ, പോട്ടട്ടാ, വിഷമൊന്നും ഉണ്ടാവണ്ട, ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടാണ്, ഒരു പുതിയാപ്പിളത്തൊട്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നോക്കി. എന്നിട്ട് പുതിയാപ്പിള നോക്കി നിൽക്കേ ആ പെണ്ണ് ഒരുത്തൻ്റെ പിന്നിൽ കയറി പോയി. നിങ്ങൾ പറയും, അള്ള കാക്കട്ടെ. നമ്മൾ ഈ മജീസൊക്കെ കഴിഞ്ഞിട്ട് പോയി ഉറങ്ങുമ്പോഴേ നമ്മളെ ഭാര്യ ഒന്ന് ഫ്രീ ആക്കി തരുമോ വെച്ചാൽ കഴിഞ്ഞില്ല കഥ. അലി ഉസ്താദെ വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി. ജമാനക്ക് അങ്ങനെ, അള്ളാഹു കാക്കട്ടെ. ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? 3 കുട്ടികൾ വാട്സപ്പ് കളിക്കാണ്, അവരിങ്ങോട്ട് നോക്കണമെന്നല്ല. 3 ചെറുപ്പക്കാര്. നിങ്ങൾ ജമാൻ്റെ ഒരു കോലം നോക്കാണ്. അത് പറയാ, പിന്നെ ഉസ്താദിനെ പോലത്തവരൊക്കെ വിളിക്കുമ്പോ അങ്ങോട്ട് വരിക തന്നെയാണ് മനസ്സിൽ. കുറെ മുമ്പ് വാഴ്ന്നു പറയുമ്പോഴുണ്ടാകുന്ന, പടച്ചവനെ റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്നൊക്കെ പറയാ. എന്നിട്ട് വാട്സപ്പിൽ കളിച്ചിങ്ങനെ ഇരിക്കും ചെയ്താ അവരാഖിറത്തിന്റെ കഥ വേറൊന്ന്, ജീവിതത്തിലെ ബറക്കത്തും നഷ്ടപ്പെടുമല്ലോ. ഇതൊരു വല്ലാത്ത, ഇവിടെ നിന്ന് ഇരിക്കേണ്ട ആവശ്യമുണ്ടാ? അവർ വേറെ എവിടെയും പോയി ഇങ്ങനെ നോക്കി തോണ്ടി കളിച്ചുകൂടെയാണ്. അത് ഞാൻ തുടങ്ങിയിട്ട് ഇതുവരെ എൻ്റെ ഇപ്പം അവർ നോക്കി എൻ്റെ മുഖത്ത്, അൽഹംദുലില്ലാ. അല്ലൊരു പറയണല്ലോ, ഇപ്പം ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി. ഈ ജമാൻ വല്ലാത്തൊരവസ്ഥ, പേടിയെന്ന്. ഷൂമത്തെ വല്ലാത്ത പേടിയാ. നമ്മുടെ ജീവിതത്തിൽ ഒരു കല്ല് കടിക്കാന്നൊക്കെ പറയില്ലേ, സംഭവിച്ചാ പോയില്ലേ. പുതിയ തലമുറക്കാൽ അവർ വാട്സപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് ഇതൊന്നും ഇപ്പോൾ വിഷയമല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞൊന്ന് തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ആ മക്കളെ ഭാവി തൊലയാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞു പോയതാ.
ആ കുട്ടികൾക്ക് എന്നോട് വെറുപ്പില്ലാനാ മതിയായിരുന്നു. ഈ വെറുത്ത എനിക്ക് കുഴപ്പമില്ല കേട്ടാ, അതിലൊരു വിഷമമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആരും വ്യക്തി പേരെടുത്തൊന്നും പറയണില്ലല്ല. വലിയ വിഷമം. ബിസ്മി ചൊല്ലിട്ട് ഇതുവരെ എൻ്റെ മുഖത്ത് ഇപ്പം അവർ നോക്കുകയും ചെയ്തു എൻ്റെ മുഖത്ത്. ജമാ പോയൊരു പോക്കൊക്കെ നിങ്ങൾ. അപ്പോ ഏതാനാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നഊദു ബില്ലാഹ്, ഒരു പ്രശ്നമില്ല, മുഖത്ത് നോക്കിയിട്ട് എന്നൊന്ന് ഫ്രീ ആക്കി തരുമോ? നിങ്ങൾ കല്യാണം കഴിച്ചു ഉസ്താദെ? അല്ലാ, പെട്ടെന്ന് നോക്കിക്കോളി. പെൺകുട്ടികൾക്ക് ഇപ്പോൾ പുതിയാപ്പള വേണ്ടത്ര. എളുപ്പം നോക്കിക്കോളിട്ടാ, കുറച്ച് കഴിയുമ്പോൾ ഇനി എന്തൊക്കെ പറയാതാ. വേണമെങ്കിൽ എളുപ്പം നോക്കിക്കോളി മോനെ, നിങ്ങൾ കെട്ടാതെ നടക്കണ്ടപ്പോ. അപ്പം ഞാൻ പറയുന്നതേ, വല്ലാത്ത വിഷമകരമായ രംഗം. 3 കുട്ടികളൊരു പെണ്ണ് പടുത്ത് ചാടിപ്പോയി. 3 മക്കളുള്ളൊരു പെണ്ണ്. ആരോടാ പറയാ? അതൊക്കെ പറഞ്ഞ ഉസ്താദൊക്കെ ഇവിടെ ഇതിപ്പോ എന്താപ്പ ഞാനേ ഇപ്പത്തെ ഒരു കോലൊക്കെ വേറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോഴോ കഴിഞ്ഞ കൊല്ലം 4 മക്കളൊരു പെണ്ണ് ചാടിപ്പോയി. ഞാൻ ഗൾഫ്, ഒരു പ്രവാസിയായ മനുഷ്യന്റെ ഭാര്യയാണ്. ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ റൂമിൽ ഒരു ദിവസം താമസിച്ചിട്ടുണ്ട്. മുഹിബാണ്, ഒരു മിന്നത്തിൻ്റെ ആളൊന്നല്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു മിന്നത്തിൻ്റെ ആളെന്ന് പറഞ്ഞാൽ വലിയ വിഷയ. അപ്പൊ അങ്ങനത്തെ ആളൊന്നുമല്ല. അപ്പൊ ഇയാളെ പണി എന്തായാലും, നിങ്ങൾ രാവിലെ 5:30 മണിക്ക് കട തുറക്കും. നിങ്ങൾ ഉറങ്ങണമെന്നില്ലല്ലോ, സമയം 10 മണിയായി. ഞാനിപ്പോൾ എന്താ ഇവിടെ 10 മണി കഴിഞ്ഞാൽ മെല്ലെ മുങ്ങും ഓരോരുത്തർ. എന്നോട് ഉസ്താദ് പറഞ്ഞ അങ്ങനെ സംഭവം ഉണ്ടാലോ എന്നൊക്കെ പറയണ്ടിട്ടാ. ഞാൻ ആ നിലക്കാണ് എന്നോട് ഉസ്താദ് അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. PCH ഉസ്താദ്, നിങ്ങളൊന്നും എഴുന്നേറ്റ് പോവില്ലല്ലോ. ഞാൻ ഒരു 1/4 മണിക്കൂറും കൂടെ 10:15 നിർത്താം ഇൻഷാ അല്ലാഹ്. ഒരു 10:15 വരെ ഞങ്ങൾ ചടപ്പിക്കൂല. തങ്ങളാപ്പി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ബാക്കി നമ്മൾ തങ്ങളെ കൊണ്ട് നല്ലോണം ദ്വാർപ്പിച്ച് ഉഷാറാക്കി നമുക്ക് പോകാം. വേറെ ആരും വരാട്ട. സലാം തങ്ങൾ, അൽഹംദുലില്ലാഹ് സലാം തങ്ങളാപ്പിയും വരാണ്ട്. ഞാൻ ഇപ്പം എന്തൊക്കെ ഇവിടുത്തെ പരിപാടിയൊന്നും എനിക്ക് നോട്ടീസൊന്നും കണ്ടിട്ടില്ല, അയച്ചെന്നിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഒന്ന്. അപ്പം ഇനി സലാം തങ്ങളാപ്പിയും ഇവിടെ വരാണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാനിവിടെ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, 5:30 മണിക്ക് ഈ മനുഷ്യൻ പ്രവാസിയാണ്. 5:30 മണിക്ക് കട തുറക്കും. 2 മണി വരെ, ഉച്ചക്ക് 2 മണിക്ക് കട അടച്ചാൽ 4 മണിക്ക് തുറക്കണം. പിന്നെ രാത്രി 2 മണി വരെ. ജ്യേഷ്ഠാനുജന്മാരെ, എത്രയെത്ര പ്രവാസികളാണ് കണ്ണീരൊടുക്കിയിട്ട് കഷ്ടപ്പെട്ട് ഭാര്യ മക്കൾക്ക് വേണ്ടി ആയുസ് 20ഉം 22 മണിക്കൂർ 20 മണിക്കൂർ ചെലവഴിക്കുന്ന പാവങ്ങളുണ്ട്. അവര് സാധുക്കളാണ്. ഈ പാവപ്പെട്ട മനുഷ്യൻ രാത്രി 2 മണിക്ക് പെട്ടിക്കട അടച്ചിട്ട് 2 കുബൂസുമായി റൂമിലേക്ക് വരും. അയാള് രാത്രി ഭക്ഷണത്തിലേക്കുള്ള കറി ഉണ്ടാക്കുന്നത് 2 മണിക്ക് ശേഷമാണ്. എന്നിട്ട് അയാൾ നിസ്കരിക്കുന്നു, ഹദ്ദാദ് ചൊല്ലുന്നു. ഹദ്ദാദ് വരെ മുടക്കാത്ത ഒരു നല്ല മുഖ്ലിസായ മനുഷ്യൻ. അയാൾ കഴിക്കാനിരിക്കുമ്പോ ഞങ്ങളോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കടാ. ഞങ്ങളൊക്കെ അപ്പൊ നേരത്തെ ആളെന്നെ നേരത്തെ നമുക്ക് ഭക്ഷണത്തിലെ വഴി ഉണ്ടാക്കി അഴിച്ചു കൊടുത്തു വിട്ടു. ഞങ്ങൾ കഴിച്ചവരാ. അപ്പൊ ഞാൻ ചിന്തിച്ചെന്താ, പടച്ചവനെ, ഇയാൾ ഇനി 5 മണിക്ക് എഴുന്നേൽക്കണം, പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് 2-3 പേജ് ഖുർആൻ ഓതും, എന്നിട്ട് ഈ മനുഷ്യന് കട തുറക്കാൻ പോവുക. ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്? ഈ സാധു പറയാ, ഉസ്താദെ, എനിക്ക് അല്ലാഹു ഒരു ഭാര്യ, ഒരു പെണ്ണിനെ തന്നിട്ടുണ്ട്. അവള് പച്ച പാവമാണ്. അവളുടെ 4 കുട്ടികൾ എനിക്ക് തന്നിട്ടുണ്ട് ഉസ്താദെ. 4 മക്കളെയും തന്നിട്ടുണ്ട്. പച്ച പാവമാണ്. ഇപ്പൊ അവര് വാടക വീട്ടിലാണ്. ഞാൻ അവൾക്കും എൻ്റെ മക്കൾക്കുമായി ഒരു കൊച്ചു വീടുണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച നാട്ടിൽ പോവുകയാണ് ഉസ്താദെ. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, അത് കേട്ട് കേൾവിയല്ല, ഞാൻ കണ്ട നേരിൽ അനുഭവിച്ചൊരു അവസ്ഥ. അങ്ങനെ ഇയാൾ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ വന്നു. ഞാനും മറ്റൊരു സ്ഥലത്തൂടെ യാത്ര പോയി കോഴിക്കോട് എയർപോർട്ടിൽ എത്തുന്നു. ഇത്തിഫാഖാണ്. വരുമ്പോ ഞാൻ ചോദിക്കുക, ആരാപ്പങ്ങളെ വണ്ടി സൗകര്യമൊക്കെ ഉണ്ടാ? ആരെങ്കിലൊക്കെ വരുമോ? അപ്പൊ ഈ ആ മനുഷ്യനോട് പറയാ, ആര് നോക്കി നിങ്ങൾ? രാവിലെ 5:30 തുറന്നിട്ട് രാത്രി 2 മണിക്ക് അടച്ചു വരുന്ന ആ പച്ച പാവം. അതിൻ്റെ ഇടയിൽ ഉച്ചക്ക് 2 മണിക്കൂറേ ഉള്ളൂ.
നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇയാള് പറയും എൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ടാവും. ഉമ്മി വാപ്പയൊക്കെ പള്ളിക്കാട്ടിലാണ് ഉസ്താദെ. പിന്നെ 2 പെങ്ങന്മാരെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് 2 ആളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. അവർക്കിപ്പോൾ എന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല എന്ന് ഇയാള്. അതെന്തൊരു പന്തികേട് തോന്നി എനിക്ക്. അവർക്കിപ്പോൾ എന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല എന്ന് ഇയാള്. ഞാനാണ് കെട്ടിച്ചു വിട്ടതൊക്കെ, അവർക്കിപ്പോൾ എന്നൊന്നും അറിയില്ല ഉസ്താദെ. ഇയാളത് പറയുമ്പോൾ മനസ്സിലെ വിഷമേ. അങ്ങനെ ഇയാൾ പുറത്തു വന്നു. ഞാനും ഈ മനുഷ്യനും 4 മക്കളുണ്ട്. പൊന്നാര അലി ഉസ്താദെ, 4 മക്കള് നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൽ. ഭാര്യനെ കണ്ടില്ല, ഈ കുട്ടികളെ ഉമ്മനെ കാണുന്നില്ല. അപ്പൊ ഇയാള് എന്താണെങ്കിലും ഭാര്യയല്ലേ. അപ്പൊ ഇയാള് മക്കളോട് ചോദിക്കുക ഉമ്മ എവിടെയാണ്. അപ്പൊ മൂത്ത മോള് പറയാ, ഉപ്പാ ഉമ്മ ഇന്നലെ രാത്രി ഇന്നാരിന്ന വ്യക്തിയുടെ കൂടെ ചാടിപ്പോയി. 4 മക്കളുള്ളൊരു പെണ്ണ് നമ്മുടെ കൊണ്ടോട്ടി പരിസരത്താണ്. അപ്പം നിങ്ങൾ പറയും ഒരു പ്രശ്നമില്ല, അള്ളാഹ് നമ്മളെ കാക്കട്ടെ. വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി, നിങ്ങൾ വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി, അള്ളാഹ് കാക്കട്ടെ. 4 മക്കളുള്ള പെണ്ണാണ് ഈ ചാടിപ്പോകുന്നത്. ഒരു പേടിയില്ല, ഒരു ഷഫക്കത്തുമില്ല, ഒരു കൃപയില്ല, ഒന്നുമില്ല. ആരോടാണ്? ഭർത്താവാണ്. അവർക്ക് അറിയുന്നില്ല. നമ്മുടെ പുതിയ തലമുറയിലെ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരാരാണെന്ന് അറിയുന്നില്ല. ഇത് കേൾക്കുന്ന പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചീഞ്ചലം കൈകൊണ്ട് വടിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. ഈ എന്നാലും ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളിൽ നിന്ന് അല്പം എനിക്ക് ചെയ്തു കൊടുക്കൽ കഴിഞ്ഞു എന്ന് പറയാൻ ഒരു പെണ്ണിന് സാധ്യമല്ല. അത്രയും വലിയ കടപ്പെട്ടവരാണ് ഭർത്താക്കന്മാർ. ഭർത്താവെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടിപ്പോകാനും വലിച്ചെറിയാനും ആ പാവത്തെ വലിച്ചെറിയാനുള്ളതല്ല. ആരാണ് ഭർത്താവ്? ഓളെ ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമകളുടെ കല്യാണ ദിവസം പറയുന്നു, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എന്റെ കരളായ ഫാത്തിമയാൽ. ഞാൻ മുങ്ങിയതായിരുന്നു. ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നമാരുടെയും നേതാവ് എന്റെ ഫാത്തിമയാണ്. ഫാത്തിമ ബിദ്അത്തും മിന്നി, ഫാത്തിമത്തു ബിദ്അത്തും മിന്നി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്. ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ റസൂലുള്ള വേറെ വല്ല ചിന്തയിലോ മറ്റോ ആടിയെങ്കിൽ ഞാൻ മെല്ലെ ചെന്ന് പറയും, ഫാത്തിമയുടെ ഉമ്മ, ഫാത്തിമാന്റെ ഉമ്മ ഇവിടെയുണ്ട്. ഫാത്തിമയുടെ ഉമ്മ എന്ന് കേട്ടാൽ റസൂലുള്ള എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. യുവാക്കളെ, നബിത്തങ്ങൾക്ക് ഫാത്തിമ അങ്ങനെയാണ്. ആ ഫാത്തിമ എന്ന പൊന്നുമോളെ വിളിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, മോളെ ഫാത്തിമ, നാളെ മുതൽ നിങ്ങളുടെ ജീവിതം അലിയാർ തങ്ങളുടെ കാലിൻ കീഴിലാണ്. നാളെ മുതൽ നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് അലിയാർ തങ്ങളിലാണ്. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി ആയിഷ ഉമ്മ ചോദിക്കുന്നു, നബിയേ, ഒരു പെണ്ണിന് ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ് നബിയേ? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, ഒരു പെണ്ണിന് ഏറ്റവും വലുത് ആരാണ്? സൗജുഹാ. ഖാല സൗജുഹാ, ഖാല സൗജുഹാ. നബി തങ്ങളാണ് പറയുന്നത്, ആയിഷു, ആയിഷ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലുത് അവളുടെ ഭർത്താവാകുന്നു. ഭർത്താക്കന്മാരാണെല്ലാം എല്ലാം പുതിയ തലമുറക്ക് അറിയാതെ പോകുന്നുണ്ട്, പുതിയ പെൺകുട്ടികൾക്ക് തിരിയാതെ പോകുന്നുണ്ട്. എത്ര വലിയ പണ്ഡിത തറവാട്ടുകാരിയാണെങ്കിലും ശരി, എത്ര വലിയ തറവാട്ട് പ്രമാണിയാണെങ്കിലും ശരി, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, തുസല്ലി കുല്ല യൗമിൽ വലൈലത്തിൽ അൽഫ റക്അ, ആയിരക്കണക്കിന് ഇബാദത്ത് എടുക്കുന്ന ഒരു പെണ്ണാണ് എങ്കിലും ആ പെണ്ണിൽ ഏറ്റവും വലുത്
സൗജുഹാ, അവളുടെ ഭർത്താവാകുന്നു. ഇതാ ദീൻ പഠിപ്പിക്കുന്നത്. പക്ഷേ പുതിയ തലമുറ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭർത്താവാണെല്ലാമെല്ലാം. ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പാതിരാ സമയത്ത് വാട്സപ്പിലൂടെയും മറ്റു ചെക്കന്മാരോട് കുശലം പറയുന്ന നന്ദി കെട്ട പെൺകുട്ടികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിൽ വളരെ അരുത്. ദുനിയാവിൽ വെച്ച് തന്നെ ഇന്നല്ലാഹ യുഅജ്ജിലുഹു ഇന്നല്ലാഹ യുഅജ്ജിലുഹാ ഫിൽ ഹയാത്തി ഖബ്ലൽ മമാത്. മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ അല്ലാഹു നൽകേണ്ടത് തന്നിട്ട് ഭർത്താക്കന്മാരെ ചതിക്കുന്ന പെണ്ണ്, ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന പെണ്ണ്, സഹോദരി, എന്റെ സ്ത്രീകളെ, നിങ്ങളുടെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭർത്താവെങ്ങാനും കരയേണ്ടി വന്നാൽ അതിന്റെ ശിക്ഷ എത്രയാണെന്നറിയോ? പള്ളിക്കാട്ടിൽ കിടന്നിട്ടല്ല, ഇവിടെ വെച്ച് തന്നെ അല്ലാഹു കൊടുക്കേണ്ടത് കൊടുക്കുമെന്ന് പണ്ഡിത ലോകം വിവരിക്കുന്നുണ്ട്, പണ്ഡിത മുത്തുകൾ വിവരിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെ ചതിക്കരുത്, ഭർത്താക്കന്മാരെ വഞ്ചിക്കരുത്. ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് പാതിരാ സമയത്ത് ഗൾഫ് നാടുകൾ പ്രവാസിയായി കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന പ്രവാസിയെ ഏതെങ്കിലും ഒരു പെണ്ണ് ചതിക്കുന്നുവെങ്കിൽ മോളെ മരിക്കൂല, ജീവിക്കൂല. ഇവിടെ വെച്ച് അല്ലാഹു നൽകേണ്ടത് നൽകും, എന്നിട്ട് മോളെ മരിപ്പിക്കൂ റബ്ബ്. ആരെയാണ് ചതിക്കുന്നത്? ആരെയാണ് വഞ്ചിക്കുന്നത്? ഓ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യനല്ലൊരു വീടുണ്ടാക്കിയല്ലോ. നിങ്ങളും 2 or 3 മക്കളുമുണ്ട്. ആ വീട്ടിൽ എത്ര ബാത്റൂം ഉണ്ട് നോക്കു പെണ്ണേ. എത്ര ബാത്റൂമുകളാണുള്ളത്? 3 റൂമുണ്ടോ? 3 റൂമിൽ പുറത്തും അടുക്കളയും തുടങ്ങി എത്ര ബാത്റൂമുകളാണ് എൻ്റെ പെങ്ങളെ. ഉസ്താദടക്കമുള്ള സാദാത്തുക്കളെ ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ പെങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, മോളെ, എൻ്റെ സഹോദരി, നിന്റെ പാവപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അവിടെ കഷ്ടപ്പെടുന്നത് പാവമാണ്, സാധുവാണ്. ഒരു റൂമിൽ 4 പേരുണ്ട് എങ്കിൽ 4 പേർക്കൊരു ബാത്റൂമാണുള്ളത്. ബാത്റൂമിന്റെ വാതിലിൽ എഴുതി വെച്ചത് ഗൾഫിൽ പോയ ചെറുപ്പക്കാർക്കറിയാം. അവിടെ പേപ്പറിൽ എഴുതി ഒട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്, ഞായർ ഫുലാൽ, തിങ്കൾ ഫുലാൽ, ചൊവ്വ ഫുലാൽ. സഹോദരിമാരെ, അത് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ പേരുകളാണ്. തിങ്കളാഴ്ച ബാത്റൂം കഴുകേണ്ടത് അത് ഇന്ന വ്യക്തിയാണ്. അതിലൊരു ദിവസം നിങ്ങളുടെ ഭർത്താവുമുണ്ട്. അടുക്കളയുടെ ഭാഗത്ത് ചെന്നാൽ അവിടെയും ഒരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇന്ന ദിവസം ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഇന്ന വ്യക്തിയാണ്. അല്ലയോ പെങ്ങളെ, അധ്വാനിച്ചിട്ട് 16-17 മണിക്കൂർ എന്നിട്ട് ബാത്റൂം കഴുകുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ ചതിച്ചിട്ട്, ആ പാവപ്പെട്ട മനുഷ്യനെ വഞ്ചിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തരോട് വാട്സപ്പിലൂടെയോ മറ്റോ കുശലം പറയുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരുത്തന് വീട്ടിന്റെ കിടപ്പുമുറയിൽ ഒരിടം കൊടുക്കുന്നുവെങ്കിൽ നന്ദി കെട്ടവളാണ് നീ. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ. പെങ്ങളെ, അരുത്. ഭർത്താക്കന്മാർ നമ്മുടെ എല്ലാമാണ്. സാഹചര്യം ഒരു പ്രശ്നമില്ലാതെ കാണുമ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്, വന്നുപോയതാണ്. നോക്കൂ നിങ്ങൾ, വളരെ മരീമസമായ ചുറ്റുപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 2 നിലയുള്ള വീടുണ്ട്. മുകളിൽ താമസിക്കുന്നത് സ്വന്തം മകളും മരുമകനുമാണ്. താഴെ ഉമ്മയുണ്ട്, ഉപ്പയുമുണ്ട്. ബാപ്പ മരണത്തോട് മല്ലിടുന്നു. സക്കറാത്തിന്റെ ഘട്ടമെന്ന് പറയില്ലേ, മരണത്തോടടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉപ്പ വിളിക്കുന്നുണ്ട്, മോളെ, യാ ബിന്തി, മോളെ എന്ന് വിളിച്ചിട്ട് ഉമ്മ വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെയൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഉമ്മ ചെന്നിട്ട് പറഞ്ഞു, മോളെ,
നിന്റെ വാപ്പയാണ് വിളിക്കുന്നത്. മരണത്തോട് മല്ലിടുന്ന ഉപ്പയാണ്. നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. ഉമ്മാ, വാപ്പ എന്നോട് കല്യാണത്തിന്റെ തൊട്ട് തലേ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട്. ഉമ്മ, ഭർത്താവിനോട് ചോദിക്കാതെ എങ്ങോട്ടും പോകരുതെന്ന്. ഭർത്താവ് ജോലിക്ക് പോയിട്ടുണ്ട്. വൈകുന്നേരം വന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ താഴോട്ട് വരാം, എൻ്റെ ഉപ്പാനെ കാണാൻ വരാം. ആ പെൺകുട്ടി താഴോട്ട് വന്നില്ല. ബാപ്പ ലോകത്തോട് ഇവിടെ പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഉപ്പ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ സ്വന്തം ചോരകൾ വന്നിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, പെങ്ങളെ, നമ്മൾ രണ്ടുപേരുടെയും വാപ്പയാണല്ലോ. ആ ഉപ്പയാണ് മരിച്ചു കിടക്കുന്നത്. ആ വാപ്പയാണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നിന്നെ കാണണമെന്ന് പറഞ്ഞു. കാണാൻ കഴിഞ്ഞില്ല. ആ ഉപ്പയുടെ ജനാസ എടുക്കാൻ പോകുന്നു. പെങ്ങളെ, കുളിപ്പിച്ചിട്ടുണ്ട്, കഫൻ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എടുക്കാൻ, മയ്യത്തെടുക്കാൻ പോകുന്നു. ഒന്ന് താഴോട്ട് കാണാൻ വന്നുകൂടെയോ? ഇലാ ഹദ്റത്തിൽ നബിയിൽ മുസ്തഫ, നബി തങ്ങളിലേക്കാണ് വിടുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്കാണ് വിടുന്നു. നബിയേ, എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഖബറടക്കാൻ കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഉപ്പയെ ഭർത്താവിനോട് എൻ്റെ ഉപ്പ കാണാൻ, എൻ്റെ വാപ്പയെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവ് ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോളെ, ഭർത്താവ് വന്നിട്ട് ചോദിച്ചിട്ടേ താഴോട്ട് പോകേണ്ടതുള്ളൂ. ഭർത്താവ് വന്ന് ചോദിച്ച് ജനാസ കൊണ്ടുപോകുമ്പോൾ ജനവാതിലങ്ങ് തുറന്നു വെച്ച്, ഉപ്പാ വാ അബത്താ, വഅദ് കേൾക്കുന്ന പെങ്ങളെ, നിങ്ങൾ കേൾക്കാനാണ് പറയുന്നത്. ഈ പെൺകുട്ടിയാണ് വിളിക്കുന്നത്. ഉപ്പാ, നാളെ എൻ്റെ കല്യാണമാണ് എങ്കിൽ ഇന്ന് രാത്രി ഉപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, മോളെ, നാളെ മുതൽ നിന്റെ സ്വർഗം കിടക്കുന്നത് ഭർത്താവിൻ്റെ കാലിൻ ചുവട്ടിലാണ്. ഭർത്താവ് അറിയാതെ എങ്ങോട്ടും പോകരുത്. ഭർത്താവിനോട് ചോദിക്കാതെ എങ്ങോട്ടും പോകരുത്. മോപ്പാ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്, ഞാനതനുസരിച്ച് ജീവിച്ചതാണ്. വാപ്പയുടെ ജനാസക്കൻ മറയുന്നത് വരെ ആ പൊന്നുമകൾ കണ്ണീരോട് കേട്ട് വിളിക്കുന്നു, മുസ്ലിമീങ്ങളെ. ആ ഉപ്പാക്ക് മയ്യത്ത് നിസ്കാരം നിർവഹിച്ച് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. ആയിരക്കണക്കായ മലായികത്ത് ഞാൻ കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോകാം. യഖൂലു ബഅ്ളുഹും ബഅ്ളാ, യഖൂലു ബഅ്ളുഹും ബഅ്ളാ. പരസ്പരം തർക്കിക്കുകയാണ്. ഞാൻ കൊണ്ടുപോകാം. ആ മനുഷ്യന്റെ റൂഹിന് വേണ്ടി ചോദിച്ചു പോയി മലായികത്ത്, ഈ മനുഷ്യൻ ചെയ്ത നന്മ എന്താണ്? പൂർണ്ണമായും ഭർത്താവിൽ വഴിപ്പെട്ട് ജീവിച്ച ഒരു പെൺകുട്ടിയെ വളർത്തിയ മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾ മുഖേന പണ്ഡിത ലോകം വിവരിക്കുന്നുവെങ്കിൽ, എൻ്റെ പെങ്ങളെ, നിങ്ങളുടെ വിജയം, സഹോദരിമാരെ, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ ഐശ്വര്യം, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ബറക്കത്ത്, അത് ഭർത്താക്കന്മാരിൽ തന്നെയാണ്. ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ ചതിക്കരുത്, ഭർത്താക്കന്മാരോട് അനുസരണക്കേട് കാണിക്കരുത്. എന്ത് ന്യായീകരിച്ചാലും നിങ്ങളുടെ വിജയം ഭർത്താക്കന്മാരാണ്. ഇതിന് എതിര് പറയാൻ വാട്സപ്പ് ലോകമാണ്. എഴുതാൻ ആളുകളുണ്ടാവാം, പറയാൻ ആളുകളുണ്ടാവാം. പക്ഷേ പെങ്ങളെ, പള്ളിക്കാട്ടിൽ ചെന്ന് കിടക്കുമ്പോഴേ ഭവിഷ്യത്ത് തിരിയൂ. ഈ എഴുതിയവരൊന്നും ഉണ്ടാവില്ല, പറഞ്ഞവരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയുന്നത്, ഒരു ഭാഗത്ത് പെൺകുട്ടികളുടെ ചാടിപ്പോക്കിന്റെ കഥ പറഞ്ഞപ്പോൾ 4ഉം 5ഉം കുട്ടികളുള്ള പെണ്ണാണ് ഒരു ഭർത്താവിന്റെ നെഞ്ചത്ത് ചവിട്ടും വിധത്തിൽ ജീവിതം തുലച്ചുകൊണ്ട് ചാടിപ്പോകുന്നത്. ഏത്? അവന് വേറെ കുട്ടികളും ഭാര്യയും ഒക്കെയുണ്ട്. എന്നാലും അവന്റെ ചിരി കാണുമ്പോഴേക്ക്
കാണുമ്പോഴേക്കും, അവന്റെ മുഖം കാണുമ്പോഴേക്കും ഒരു പ്രശ്നവുമില്ലാതെ സ്വന്തം ഭർത്താവിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ചാടിപ്പോകുന്ന ഈമാനിന്റെ വെളിച്ചം കിട്ടിയ പെൺകുട്ടികളുണ്ട് മോളെ. അരുത് അരുത്. പറഞ്ഞപ്പോൾ അങ്ങ് വന്നുപോയതാണ്, അങ്ങ് പറഞ്ഞു പോയതാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്തിരില്ലല്ലോ. എന്തേപ്പോ 10:15 കഴിഞ്ഞു അല്ലേ? ഞാൻ അറിയ മലപ്പുറമാണ്. മലപ്പുറത്ത് 10 മണി വരെ റാഹത്താണ്. അടുത്തോളി. അപ്പോ ഞാൻ പറയുന്നതേ മലപ്പുറമാണ്, വല്ലാതെ നീട്ടാൻ പറ്റൂല. തങ്ങളാപ്പിയും വന്നിട്ടുണ്ട്. ഒരു നല്ല ബറക്കത്തുള്ള മജ്‌ലിസ് അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞത് ഓവറായോ അരുസാദെ? ഓവറായോ? സാഹചര്യം പറഞ്ഞാണ്. ഇവിടുത്തെ സ്ത്രീകളല്ല, ലണ്ടനിലെ സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ കരുതിയാൽ മതി. എന്താണ് ഒരു ഭാഗത്ത് ഭർത്താക്കന്മാരെ ചതിക്കുക. കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നിട്ട് പറഞ്ഞു, എന്താ പെൺകുട്ടികളുടെ പട. അതിപ്പോ പറഞ്ഞാ കുറച്ചിങ്ങനെ വിഷയായിപ്പോ. യാതൊരു പേടിയില്ല, ഒരു കൃഫിയില്ല. ആരോടാ പറയാൻ? അള്ളാഹു ബറക്കത്ത് നൽകട്ടെ നമുക്കൊക്കെ. കുഞ്ഞാപ്പുസ്താന്റെ മോനാണിത്. ബടാ മുദരിസ, ബടാ ആലിമ. നമ്മളൊക്കെ ശ്രദ്ധിച്ചോളിട്ട അബീബിങ്ങളെ. നിങ്ങളൊക്കെ ചെറുപ്പക്കാർ കുട്ടികളാ. അള്ളാഹു ഇൽമിലൊക്കെ വലിയ ഹല്ല് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കുഞ്ഞാപ്പുസ്താദ്, ഞാനും ഉസ്താദൊക്കെ ഇവര് ബാപ്പൊക്കെ ഞങ്ങൾ 5-6 കൊല്ലം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിർച്ചർത്തി നടന്ന ആളുകളാണ്. അൽഹംദുലില്ലാ ഷെയ്ഖുനാന്റെ അരികിൽ ഇപ്പൊ ഇവിടെ മുദരിസാണ്, ഉസ്താനത്ത് മുദരിസാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ. അപ്പൊ ഞാനിവിടെ വല്ലാതെ നീട്ടുന്നില്ല, വല്ലാതല്ല, ഇനി കുറച്ചും നീട്ടുന്നില്ല. ഇനി ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞപ്പോ അങ്ങ് പന്നുപോയി, അത് പറഞ്ഞു പോയതാണ്. ഇപ്പൊ ഓരോന്നിങ്ങനെ ഇന്ന് വരുമ്പോൾ ഇപ്പൊ കുറേ കേട്ടു വന്നു. ഈ വാഴ്ന്നു പറയുമ്പോൾ കുറേ ആൾക്കാർ വാട്സപ്പിലും മറ്റൊക്കെ വിടും. മനസ്സ് പൊട്ടുകയാണ്. എന്തൊരു വിഷമാര്യങ്ങള്. എന്താ പറയാ? 3 വട്ടം വിളിച്ചു. ഇപ്പൊ ഇന്ന് കേട്ട മസ്ലഹത്താ ഇന്നിപ്പോ വിളിച്ചിട്ടുണ്ട്. അപ്പൊ വിളിച്ചിട്ട് ഈ വലിയ സാദാത്തുക്കൾ ആരെയും കൊണ്ടുപോയി മസ്ലഹത്ത് ഉണ്ടാക്കണം. എന്താ പ്രശ്നങ്ങള്? ഒരുത്തം വിളിച്ചത്ര ഭാര്യയെ 3 വട്ടം. അപ്പൊ ഇയാളെ ഇവൻ തന്നെ ഒരു സ്ഥലത്തേക്ക് വിട്ടതാ. അപ്പൊ ബസ്സിലാണ്. അപ്പൊ ഫോണ് ബാഗിലാണത്ര. അപ്പൊ ഫോൺ വിളിച്ചത് അറിഞ്ഞില്ല, ബസ്സിലാണ് പോണത്. അപ്പൊ ഒച്ചപ്പാടും പാട്ട് അറിഞ്ഞില്ല. 3 തൊലാക്ക് ചെല്ലാൻ പോകണത്ര. 3 തൊലാക്ക്. നിങ്ങൾ എവിടെത്തി? എന്നിട്ട് ആ വിദ്വാൻ പറയാ, ഞാൻ അവളെ 3 വട്ടം വിളിച്ചു, വേറെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവള് പെട്ടെന്ന് എടുക്കും. തെറ്റിദ്ധാരണ നോക്കി നിങ്ങൾ. എടി പെണ്ണിനെ 3 തൊലാക്ക് എന്നൊക്കെ പറഞ്ഞത് കളിയാ. എന്താ കുറെ മനുഷ്യന്മാര് നമ്മളിൽ വേണം കുറച്ച് പറയാം, നമ്മളിൽ വേണമെന്ന് കുറച്ച് പറയാം. തണ്ട് പോലെ നടക്കുന്ന നമ്മളുണ്ട്. എന്താ നോക്കി നിങ്ങള്? ഭർത്താക്കന്മാരെ അപ്പ പറഞ്ഞു, ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം അല്ലേ. അള്ളാഹു നമുക്ക് നൽകിയ റഹ്മത്താണ്, അള്ളാഹു നമുക്ക് നൽകിയ ബറക്കത്താണ്, ഐശ്വര്യമാണ്. ഇതൊന്നും ഈ കുട്ടിക്കറിയില്ല. പെണ്ണെട്ടാത്ത കുട്ടിക്ക് എന്താ അറിയാം? വലിയ ബറക്കത്താ മോനെ. പെണ്ണെട്ടൊക്കെ അപ്പ അറിയാം നിങ്ങൾക്ക്. വലിയ ബറക്കത്താണ്, വലിയ ഐശ്വര്യമാണ്. പക്ഷേ ഭാര്യമാരോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറിച്ച് പറയാ, ഭാര്യമാരെ വഞ്ചിക്കുന്ന കുറെ തണ്ടുള്ളവരുണ്ട്. നല്ല കാര്യപ്പെട്ടവരാ പുറത്ത്. വീട്ടിൽ ചെന്ന ഭാര്യയെ ചതിക്കുന്ന, സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് മറ്റു പെൺകുട്ടികളോട് കുശലം പറയുന്ന, പാതിരാ സമയത്ത് പോലും പ്രിയപ്പെട്ട ഭാര്യയോട് 10 മിനിറ്റ് സംസാരിക്കാൻ കഴിയാതെ മറ്റു പെൺകുട്ടികളോട് കുശലം പറയുന്ന എത്ര മാന്യന്മാരുണ്ട് മനുഷ്യ. നമ്മുടെ ഭാര്യമാരെ ചതിക്കരുത്, വഞ്ചിക്കരുത്. ഹിയ ഉമ്മു ഔലാദിക. നിന്റെ മക്കളുടെ ഉമ്മല്ലേ എന്ന് ചോദിച്ചത്. എന്താ ചോദ്യം നോക്ക് നിങ്ങൾ. മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ മക്കളുടെ ഉമ്മയല്ലേ? മക്കളുടെ ഉമ്മാനെ ചതിക്കേ, മക്കളുടെ ഉമ്മയെ വഞ്ചിക്കേ. നമ്മുടെ ഭാര്യയെ ചതിക്കരുത്. ഭാര്യമാരോട് എത്ര കണ്ട് സന്തോഷത്തിലാണോ അത്ര കണ്ട് നസലത്ത് ബിഹിമുർ റഹ്മ. ദീൻ പഠിപ്പിച്ചതാണ് അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. ഇവിടെ ചില മുഖമൊക്കെ കണ്ടാല് ഈ ചെറിയ പെരുന്നാൾ പോലും ഉണ്ടാത്തവരുണ്ടോ തോന്നുന്നു എനിക്കിങ്ങനെ. പെരുന്നാളിന് പോലും
ചില ആളുകൾക്കുണ്ട് പൊന്നാരലി ഉസ്താദ് ഹാല എന്താ അറിയില്ല, ഉസ്താദിന്റെ അളിയനാറുണ്ട് പിന്നെ ഉണ്ടാക്കുകയാണ്. ഞാൻ നമ്മളെ ചങ്ങായിയാണ്, നമ്മളെ ചങ്ങായിയാ, നിങ്ങൾ ഒരുമിച്ച് ഇറാഖിലൊക്കെ പോയരാ. വയസ്സായിട്ട് തോന്നുന്നു PCH ഉസ്താദ്. അതിന് നിര എന്താ ശരി ഒരു നിര പറയാനിട്ടല്ല, ചുറുക്ക് നിരേ 54 വയസ്സൊന്നും തെറ്റുള്ളതിന്. അതാ ഞാൻ അങ്ങനെ കളിയാക്കണേനെ. നോക്കി നിങ്ങള്, ചില ആളുകളൊക്കെ പള്ളിയിൽ വന്ന നല്ല സ്വഭാവ, 4 ആളുകൾ ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാർ കുട്ടികൾ അങ്ങനെ, മറ്റാളുകടയിലൊക്കെ എന്തോരം നല്ല സ്വഭാവം, ചെറിയും തമാശക്കന്ന്. പൊരയിൽ വീട്ടിൽ ചെന്ന നരിമോട്, വീട്ടിലങ്ങെത്തിയ നരിമോടല്. ചില വാപ്പാരുണ്ട്, മക്കൾ ഉപ്പാനെ കണ്ട് അടുക്കളയിലേക്ക് ഓടും. നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മളെ വെട്ടിച്ചേറൊന്നും പെടൂലെന്ന് കുട്ടിക്കാളി അങ്ങനെ ആക്കുക. വീട്ടിൽ വാപ്പാനെ കണ്ട മക്കൾ അടുക്കളയിലേക്ക് ഓടും. അപ്പൊ ഉമ്മ അജബൻ ഉമ്മ ചോദിക്കും, എന്താ മക്കളെ, അവിടെ വാപ്പ വന്നിട്ടുണ്ട്. നാടുകാണി ചുരത്തിൽ ആന ഇറങ്ങിയിട്ടുണ്ട്, വയനാട്ടിൽ കടുവറങ്ങിയിട്ടുണ്ട്. എന്നാൽ കുട്ടികൾ ഉമ്മാനോടൊരു ഉമ്മ പൊരിയിൽ വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്തേ വാപ്പ? അല്ല, ഇതിനൊക്കെ വാപ്പ എന്ന് പറയാൻ പറ്റുമോ? പൊന്നാരാജ്യരെ, ഇതിനൊക്കെ വാപ്പ എന്ന് പറയാൻ പറ്റുമോ? ഒരു ഉപ്പാനെ കണ്ടിട്ട് മക്കൾ ഇങ്ങനെ ബറങ്ങലിച്ച് പേടിച്ച് എന്താപ്പ ഇതിനൊക്കെ പറയാൻ? എന്ത് വാപ്പാരതൊക്കെ? അല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മൾ അള്ളാഹു നമുക്ക് മുത്തുകളിൽ നമ്മുടെ മക്കള്, അതല്ലേ നമ്മുടെ സമ്പാദ്യം. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യമാരോടൊന്നും ചിരിക്കൂല്ല, സംസാരിക്കൂല്ല. ഇപ്പം അടുത്ത് മിനിഞ്ഞാന്ന് ഞാൻ വളർന്നു പോയ സ്ഥലത്ത് എനിക്കൊരു എഴുത്ത് കിട്ടി. ഫോൺ ചെയ്യും വോയിസ് കുറെ കിട്ടിയിരുന്നു. ഞാനത് പറയൂലാതെ പേടിച്ചിട്ട് അതുകൊണ്ട് ഒരു എഴുത്തും കൊടുത്തയച്ചു. അപ്പോൾ ഒരു സാധുവിൻ്റെ വേദന, മോൾക്ക് 9 മാസമായിട്ടുണ്ട് ഉസ്താദേ, മോൾക്ക് ഹംലെ വിശേഷം 9 മാസമായിട്ടുണ്ട്, ദ്വാരക്കണം. ഇയാളെ വിഷമുള്ള വാക്ക് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, മോൾക്ക് പിന്നെ എന്തെങ്കിലും കെട്ടിച്ചു കൊടുത്തു വെച്ചു? അതിന് വേണ്ടേ? ഞാൻ തമാശ പറഞ്ഞതാ, മോളെ കെട്ടിച്ചു കൊടുത്തു, ഒരു കുഞ്ഞിനല്ല കൊടുക്കുന്നു, അൽഹംദുലില്ലാന്ന് പറയല. അത് നിങ്ങൾ അപ്പം ഇയാളൊന്നും കൂടെ കരഞ്ഞു വന്ന്. പൊന്നാരാശൻ ഉസ്താദേ, ഇയാളൊന്നും കൂടെ കരയാ. അപ്പം ഞാൻ എന്താണ് അജയര് വെച്ചപ്പോൾ ഇയാൾ പറയാ, അതിനല്ല ഉസ്താദേ, അവള് 9 മാസമായിട്ട് മരിയോനെ അവിടുത്തെ ഒരു ഫോണും ചെയ്യൂല. എൻ്റെ കൽബ് പൊട്ടിയിട്ടെ, എനിക്കുണ്ടല്ലോ പെൺകുട്ടികൾ, എനിക്കും കെട്ടിച്ചുവിട്ട പെൺകുട്ടികളൊക്കെ ഉണ്ട്, കൽബ് പൊട്ടൂലേന്ന്. 9 മാസമായിട്ട് അവളെ വിളിച്ചിട്ടില്ല, അവള് വിളിച്ചാൽ എടുക്കൂല്ല. അപ്പം അവളെ കരച്ചിൽ കാണാൻ വയ്യ, ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ കുട്ടിയൊന്നും. അപ്പം എന്നാ വിഷയം അന്വേഷിച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ഉമ്മയും വളയിട്ടുള്ള എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്. ഒരു ഗർഭമുള്ള പെൺകുട്ടിയല്ലേ, ഒരു ഹംലുള്ള പെൺകുട്ടി, 9 മാസമായിട്ട് ഭാര്യയോട് മിണ്ടുന്നില്ലാറാ, നന്ദി കെട്ടവെന്നല്ല പറയണ്ടത്. അതൊക്കെ കാട് കയറി വാഴ് വരണമെന്ന്, കാട് കയറി പറയണം. പറ്റ വാഴ് കേൾക്കാണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ സ്ത്രീകൾക്കെങ്ങനെ ഉണ്ടോ അഭിഷത്ത? അത് ശരി, എന്നാ പിന്നെ അത് വല്ലാതെ പറയണ്ട, ഇത് ഓഫാക്കണോ, മൈക്ക് ഓഫാക്കണോ? അലിസ്താദ്, ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ ഇപ്പം തങ്ങാനും പറഞ്ഞവർ കേട്ടാലൊന്ന് വാഴ് കഴിഞ്ഞു പോകുമ്പോഴേ തങ്ങളാപ്പാൻ്റെ ദ്വാരം കേട്ട് നിങ്ങൾ പോയി വീട്ടിലെത്തിയാ കേട്ടില്ലേ, കണ്ടില്ലേ, കേട്ടില്ലേ, അപ്പം നിങ്ങൾ ആ കള്ള മൊയിലേരെന്ന് പറയും. അത് ഞാൻ സഹിക്കേണ്ടിയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ പറയണമെന്നൊരു മടിയില്ല മോനെ. നിങ്ങളെ കുട്ടിക്കാലം പോലെയല്ല. നിങ്ങൾ എന്താണ് നോക്കി, നിങ്ങൾ ഒരു മടി ഉണ്ടാവില്ല ചിലപ്പോൾ ആ മൊയിലേരെന്ന് അറിയാൻ. അപ്പോൾ ഞാൻ ഇരിക്കട്ടെ, ഏതാലാവട്ടെ. ഞാൻ പറയുന്നതേ, എന്താ കുറെ തണ്ടുള്ള മനുഷ്യന്മാരും. ഭാര്യയെ വേദനിപ്പിക്കരുത് സഹോദരങ്ങളെ. നമ്മൾ പച്ചയിലങ്ങ് പറയാ, ഭാര്യമാരോട് എത്ര കണ്ട് തമാശയും ചിറിയും സംസാരമായി നടക്കുന്നുണ്ടോ പുരുഷന്മാരെ, നസലത്ത് ബിഹിമുർ റഹ്മ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചൊരിച്ചു കൊടുക്കുന്നതാണ്. ഖാലിഖായ റബ്ബെങ്ങാനും ആ ദമ്പതികളുടെ ജീവിതം കണ്ട് സന്തോഷം റഹ്മത്ത് കൊടുക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ്, അവിടെ ജീവിതം എത്ര മനോഹരമാണ്. അല്ല എങ്കിലോ ഹമ്മൽ ലാ യൻഖതിഉ അൻഹു അബദാ, മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങൾ, എപ്പോഴും പ്രതിസന്ധികൾ. വെട്ടിച്ചെറിയിൽ ഒരു പെട്ടിക്കട തുടങ്ങിയാലും അല്ലാഹു ബറക്കത്ത് കൊടുക്കില്ല. ഗൾഫിൽ പോയാലോ തീരെയും കൊടുക്കില്ല. ഭാര്യമാരെ വേദനിപ്പിക്കുന്ന, ഭാര്യമാരെ കരയിപ്പിക്കുന്ന
വേദനിപ്പിക്കുന്ന മനുഷ്യ, അസ്സൗജു മുഅദ്ദബുൻ ബിബുകാഇ സൗജതിഹി അലൈഹി. പണ്ഡിത ലോകത്തിന്റെ എഴുത്താണ്. അസ്സൗജു മുഅദ്ദബുൻ ബിബുകാഇ സൗജതിഹി അലൈഹി. ഈ പ്രസംഗിക്കുന്നവന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഭാര്യ എങ്ങാനും കരഞ്ഞു പോയാൽ വല്ലാത്ത ശിക്ഷ എനിക്കുണ്ട്. ഞാൻ എന്ത് വഅദ് പറഞ്ഞിട്ടെന്താണ്? ഞാൻ എത്ര ശുദ്ധനായി നടന്നിട്ടെന്താണ്? ഭാര്യയെ വേദനിപ്പിച്ചോ, ഭാര്യമാരെ കരയിപ്പിച്ചോ, വല്ലാത്ത ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം സുന്ദരമതം. ദീനുൽ ഇസ്ലാം ഭാര്യമാരെ വേദനിപ്പിക്കരുത്. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാളി. അള്ളാഹു നമ്മളെ സ്വഭാവമൊക്കെ നന്നാക്കി തരട്ടെ. മരിക്കണത് വരെ നമ്മളെ ഭാര്യയെ കാണുമ്പോൾ ഖുർറത്തുൽ ഐൻ, ഒരു കൺകുളിർമ. നമുക്ക് നമ്മുടെ ഭാര്യക്ക് നമ്മെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. വീട്ടിൽ നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാര്യ മക്കൾക്ക് നമ്മെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതി. എന്താ ഇവിടുത്തെ കാര്യം? അങ്ങനെയാണോ അതോ മറിച്ചാണോ? നമ്മൾ പരീ ചെല്ലുമ്പോൾ നിങ്ങൾ മുണ്ടണില്ലല്ല. ഞാനിത് പറഞ്ഞാൽ ഉസ്താദും ഇവിടെ ഇരിക്കുക, തങ്ങളാപ്പി ഇവിടെ ഇരിക്കുക. ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ ശരിയാവില്ല. എന്താ ചില മുഖമൊക്കെ കണ്ട ആചാര്യ, നമ്മളെ വയസ്സായ ആചാര്യ നിങ്ങളിപ്പോൾ തല്ലലുണ്ടാ? നമ്മളെ തട്ടട്ട ആചാര്യ നിങ്ങൾ തല്ലും ചെയ്യരുത് കേട്ടാ, പാവങ്ങളൊന്നും ചെയ്യരുതേ. അൽഹംദുലില്ലാഹ് ഞാനൊന്ന് തുറന്നു പറയാ, ഒരമണിക്കൂർ ഞാനും നല്ല ചൂടുള്ള ആളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാഴ്ച കണ്ടു, ഒരു രംഗം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. അരമണിക്കൂർ അങ്ങ് കിടന്നാൽ ആരാണ് നമ്മുടെ ഭാര്യ എന്ന് ശരിക്ക് തിരിയും. ഞാൻ ഇപ്പം അത്രേ പറയുന്നുള്ളൂ. അരമണിക്കൂർ മൂത്രത്തിലങ്ങ് കിടന്നാൽ മതി. ഞാനിത് പറയാറുണ്ട്, അനുഭവങ്ങളും പറയാറുണ്ട്. ഇന്നിപ്പോൾ 10:30 മണിയായി. ഞാൻ ഇതിൽ ഒതുക്കുന്നു. അരമണിക്കൂർ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ തമാശക്കവിടെ കിടക്കട്ടെ. അരമണിക്കൂർ നമ്മൾ കിടന്നാൽ ഹക്കാണ് മുസ്ലിമേ, ഹക്കാണ് ചെറുപ്പക്കാരെ, നമ്മുടെ ഭാര്യ ആരാണെന്ന് ശരിക്ക് തിരിയും. കുടുംബത്തിൽ എല്ലാവർക്കും പരിധിയുണ്ട്, നമ്മുടെ ഭാര്യയ്ക്കൊരു പരിധിയില്ല. ഓർത്തോളി നിങ്ങൾ. കിടന്നാലേ തിരിയും നമ്മുടെ ഭാര്യ ആരാണ്. ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ അടിക്കരുത്. മുമ്പൊക്കെ ഇതേ വെട്ടിച്ചറ ഭാഗത്ത് വന്നിട്ട് ഞാൻ ബാധ വരാം. നിങ്ങൾ ജനിച്ചിട്ടെന്നല്ല മോനെ, അന്ന് ഈ കുട്ടിയൊന്നും ജനിച്ചിട്ടെന്നല്ല. ബാധ പറയുമ്പോൾ ആശൻ ഉസ്താദൊന്നേ എന്നെ പറയാ, ഞാൻ എടുത്തിറന്നിട്ടുണ്ടേ, അതിനെ ഞാൻ കുറെ പൊക്കിയിറന്നിട്ടുണ്ട്. അതായി പറഞ്ഞത്. അള്ളാഹു നല്ലൊരു ഭാവി കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, അന്ന് ഒരു പെണ്ണിനെ അടിക്കാൻ കഴിഞ്ഞാലേ, ഒരു ഭാര്യയെ 5 ഘട്ടത്തിൽ അടിക്കാൻ കഴിഞ്ഞ വലിയ ഐശ്വര്യ ബറക്കത്താ എന്ന് വാഴ്ന്നു പറഞ്ഞ ആളാ. ഇലായോമിൽ ഖിയാമ ആ വാഴ്ന്ന് നിർത്തിയിട്ട് 8 കൊല്ലം കഴിഞ്ഞു. കൊറോണയുടെ മുമ്പ് നിർത്തിയത്. ആ വാഴ്ന്ന് ഇനി പറയില്ല. ആ കിതാബ് പറഞ്ഞ 5 ഘട്ടം ഞാൻ പറയാറുണ്ടായിരുന്നു. 8 കൊല്ലം മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് വാഴ്ന്ന് കഴിഞ്ഞ് പാടന്തറ മർക്കസിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ വാഴ്ന്ന് കേട്ടിട്ട് എൻ്റെ ഉമ്മാനെ ഉപ്പ കൊല്ലാനാക്കിയിട്ടുണ്ട്. അത് ഹക്കാണ് സഹോദരങ്ങളെ. അന്ന വാഴ്ന്ന് നിർത്തി. ആ രാത്രി അവസാനത്തെ ബാധയെന്നത്. ഇനി മൂക്ക് കീപ്പിട്ടുണ്ടെങ്കിൽ ആ ബാധ അറിയില്ല. തണ്ടുള്ള മനുഷ്യന്മാരാ ഇത് കിട്ടാൻ കാത്തിരിക്കണവരുണ്ടാവുന്നു. അപ്പൊ ഭാര്യമാരടിച്ചാലുള്ള മഹത്തുണ്ടല്ല, ആ ബാധ നിർത്തി. കാരണം അത് അത്യാവശ്യം നമ്മൾ വേറൊരിക്കും ചിന്തിക്കണ്ടല്ല. ഭാര്യമാരെ അടിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്. ഭാര്യമാർ നമ്മുടെ മക്കളുടെ ഉമ്മ ഔലാദിക്ക, മക്കളുടെ ഉമ്മയാണ്. ഒരു പെണ്ണ്, ആ പെണ്ണിനെ തല്ലിക്കൊല്ലുന്നൊരു ഭർത്താവുണ്ട്. എന്താന്നറിയും നിങ്ങൾ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ചില മുഖൊക്കെ കണ്ണടച്ച നിങ്ങൾ തല്ലാറുണ്ട് അല്ലല്ല? പാവാട്ടാ, ഐറ്റങ്ങളെ തല്ലുകയും ചെയ്യരുത്. അതോ മുത്താണ് നമ്മളെ, അങ്ങനെ തന്നെ പറയാം. നിങ്ങളേറ്റങ്ങളെ തല്ലാന്ന് പോയരുത്. ഉസ്താമാരെ കൂട്ടത്തിൽ തല്ലുന്നവരൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ തല്ലുണ്ടാന്ന് പെണ്ണിട്ടേ ഉള്ളൂ ഇറ്റങ്ങൾ. ഉസ്താമാരെ കൂട്ടത്തിൽ തല്ലുന്നവരുണ്ട്. എൻ്റെ അറിവിലുണ്ട് ഒരു ഉസ്താദ് നല്ല അടിക്കും. എന്താ അടിയാന്ന് അറിയോ നിങ്ങള്? അടിച്ചിട്ടേ എന്തടിയാണ് മനുഷ്യ അടിക്കാറിയോ? അതോ ആ പെൺകുട്ടിയുടെ അവസ്ഥ, ആ പെൺകുട്ടിയുടെ ഉമ്മയും ബാപ്പി അങ്ങനെ കരഞ്ഞ് ഉരുകി തീരെന്ന് അറിയില്ല. എന്നാലോ എന്തോരം നല്ല ഉസ്താദാ. അപ്പൊ അടിക്കാൻ നല്ലൊരു പുതിയാപ്പിള കിട്ടിയിട്ടുള്ളത്. പക്ഷെ അടി, അപ്പോ ഒരിക്കൽ എന്താ നിങ്ങള് നല്ല അടി അടിച്ചിട്ട്
ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ 3.5 ഈ കുട്ടീൻ്റെ പ്രായത്തിൽ ഇതല്ല, ഇതിനേക്കാളും ചെറിയ കുട്ടി, അത് ഇയാളെ മടിയിൽ വന്നിരുന്നു. അപ്പോൾ ഇതാരാണ് വെച്ചു, ഒരു കാര്യപ്പെട്ട ആള്, ഇതെൻ്റെ ചെറിയ കുട്ടിയാണ്. ഈ കുട്ടിയുടെ ഉമ്മ അല്ലാതെ ആ ഉമ്മാനെ നിങ്ങൾ തല്ലിക്കൊന്നു പോയാണ് ചുട്ടി മനുഷ്യ. ആള് പോയി. അപ്പൊ പെണ്ണ് ബറക്കുകയാണ് അത്ര. എന്താ നിങ്ങള് അടുക്കളയിൽ പോയതൊക്കെ അടിക്കാനേ പോയിട്ടുള്ളൂ ഇയാള്. അപ്പൊ പെണ്ണ് ബറക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ ചെന്നിട്ട് ഖബ്ബലഹ അനഖഹ, ആ പ്രിയപ്പെട്ട ഭാര്യയെ അങ്ങ് അടച്ചു കൂട്ടിയിട്ട് കവളത്ത് മുത്തം കൊടുത്ത ഭാര്യയല്ലേ, അതന്നല്ലേ റഹ്മത്ത്. അണച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഒരു മുങ്കോപുള്ള ആളായിപ്പോയി. ഞാനെപ്പോഴും ദ്വാരക്കാറുണ്ട്, ഞാനെപ്പോഴും ഒറ്റക്കും ദ്വാരക്കാറുണ്ട്, നിനക്ക് എപ്പോഴും ദ്വാരക്കുന്ന ഒരാളാണ്. പക്ഷെ എന്തൊരു മുങ്കോപുള്ള ആൾ, കൃപ നല്ലോണം ഉണ്ട്. ഞാൻ എത്ര അടിച്ചാലും വെറുപ്പില്ലട്ടാ, ആഹ്റത്തിലേക്ക് വല്ല നീട്ടിയൊക്കെ ഉണ്ടോ വെച്ചു. അപ്പൊ പെൺകുട്ടി പറയുന്ന മറുപടി എന്താ അറിയോ, ഞങ്ങൾ എന്നെ അടിച്ചു കൊന്നാലും ഒരു വിഷമമില്ല, മക്കളൊമ്മല്ലേ, നിങ്ങൾ മുഖേന 4-5 കുട്ടികളല്ല തന്നിട്ടുണ്ട്, നിങ്ങളെന്നെ ആ ചൂടിൽ തൊലാക്കല്ലരുതട്ടാ, അടിച്ചു കൊന്നോളി, നിങ്ങളെന്നെ തൊലാക്കല്ലരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന മനുഷ്യൻ ഹയാത്തിനുണ്ട്. ആ മനുഷ്യൻ അടിക്കണ്ടാത് വേദനയുള്ളൊരു സൂചന, ഒരു പദം പോലും പ്രയോഗിക്കൂല. കാരണം ഇത് വല്ലാത്ത വിഷയല്ലേ. നമ്മുടെ ഭാര്യമാർ, ഞാൻ ഈ വാഴ നിർത്തുന്നു, പാവങ്ങളാണ്, സാധുക്കളാണ്. ആ പാവങ്ങളൊന്നും അടിക്കേ, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു നല്ല റാഹത്തുള്ള ജീവിതം, ആയുസ്സിലുള്ള ബർക്കത്ത് തരും, ജീവിതത്തിൽ ഖൈർ തരും, സന്തോഷമുള്ള നൽകും. നമ്മളൊന്ന് പ്രയോഗിച്ച് ഒരു പെരുമാറി നോക്കും നിങ്ങൾ. ഞാൻ ഈ വാഴ നിർത്തുന്നു. അർഹമുർറാഹിമീനായ റബ്ബേ, ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഒരു നല്ല ബറക്കത്തുള്ള മജ്ലിസ്. എല്ലാം സാധാരണ വാഴതിൻ്റെ സദസ്സല്ല, മുറപ്രകാരം മഹാന്മാരുടെ ബിരുദുകൾ അതിൻ്റെ ചിട്ടപ്രകാരം മഹാനായ ശൈഖുന ചാപ്പരങ്ങാടി ഉപ്പാപ്പയുടെ ആ സന്തോഷകരമായ ഇജാസത്ത് പ്രകാരം പാരമ്പര്യമായി നടന്ന് ഉസ്താദിൻ്റെ കരങ്ങളിലൂടെ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദിക്റുകളും ചൊല്ലിയിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മദ്ഹും ചൊല്ലിയിട്ട് നടക്കുന്നൊരു മജ്ലിസാണ്. അല്ലാഹു ഈ മജ്ലിസ് കബൂലാക്കട്ടെ, അല്ലാഹു ഈ മജ്ലിസ് കബൂലാക്കട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇനി ഞാൻ അത് നിർത്തുക. അൽഹംദുലില്ലാ, ഇവിടെ ഒരു നല്ല ഓട്ടത്തിലാണ് PCH ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ കരങ്ങളോട് അല്ലാഹു നല്ല ബറക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ഉസ്താദിൻ്റെയും മറ്റുള്ള മുഹിബീങ്ങളുടെയൊക്കെ അധ്വാനം കാരണമായി 3 ഏക്കർ ഭൂമിയും ദീനിന് വേണ്ടി എടുക്കാനെന്നോട് പറഞ്ഞു. അപ്പോൾ ഒരു നല്ല ദീനിയായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ധാരാളം മുതഅല്ലിമീങ്ങളുടെ പഠിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അവർക്ക് അൽഹംദുലില്ലാ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരുണ്ട്. ഞാനിവിടെ കുറച്ചൊന്ന് കുട്ടികളെക്കുറിച്ചും മുതഅല്ലിമിനെ കുറിച്ചൊന്ന് പറയാ. പക്ഷെ ഞാനിങ്ങനെ സമയമല്ല, അത് തുടങ്ങിയാൽ പിന്നാണ് പോകും. നോക്കുകയാണെങ്കിൽ മുതഅല്ലിമീങ്ങളെ മാത്രം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. മുതഅല്ലിമീങ്ങൾ ആരാണ്? പക്ഷെ ഞാൻ തുടങ്ങിയിട്ട് പിന്നീട് കാട് കയറുമെന്നൊരു പേടി എനിക്ക്. നിങ്ങളങ്ങനെ 10 മണിക്ക് പോണ ടീമല്ല നിങ്ങൾ. 10 കണ്ട് നിങ്ങളോട് ഇരിക്കണ്ടല്ല. ഇതാണ് ഞാൻ നല്ല ഇത് വിഷയത്തിന് ഊന്നിയെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഒപ്പിച്ചതാണ്. അപ്പം അൽഹംദുലില്ലാ ഒരു നല്ല ദർസ് ഇവിടെ നടക്കുന്നുണ്ട്. ചെലവുകളും മറ്റൊക്കെ ഞാൻ മറന്നിട്ടുണ്ടേ. ഞാൻ ഉസ്താദിനോട് ഇപ്പോൾ ചോദിക്കുക, മദർസ അടക്കുന്നുണ്ട്, അതിൻ്റെ ശമ്പളവും കാര്യമൊക്കെ ഒന്നും മഹലിന്ന് പുറത്തുനിന്ന് കിട്ടണേ അങ്ങനെ സംവിധാനമല്ല. അതുപോലെ മുതഅല്ലിമീങ്ങളുടെ ചികിത്സയും മുതഅല്ലിമിയുടെ കാര്യങ്ങളും ശമ്പളവും കാര്യമൊക്കെ എല്ലാം നടക്കേണ്ട. അവിടെ ഒന്നും വരുമാനമൊന്നുമില്ല, അള്ള കൊടുക്കൂല്ല. അതൊക്കെ ആ കരങ്ങളോടൊക്കെ ആയിട്ട് അള്ള കൊടുത്തോളും. അൽഹംദുലില്ലാ, നിങ്ങൾ അകമ്പൊടിഞ്ഞ് സഹായിക്കണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, ഞാനിപ്പോൾ ഈ സദസ്സിൽ വല്ലാതെ പറയുന്നില്ല, ചോദിക്കുന്നില്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സംഭാവന വാള് പറയാൻ അറിയാത്ത ആളല്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, 10,000-2000 കുട്ടികളെ കല്യാണം കഴിഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കടവുമില്ല, ഒരു വിഷമവുമില്ല. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ.
ഒരുപാട് മൂമിനീങ്ങൾ സഹായിച്ചു, മൂമിനാത്തുകൾ. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. പടച്ചവനെ, പാവങ്ങൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മുത്തഅല്ലിമിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി കൈനീട്ടാനുള്ള തൗഫീക്ക് നൽകണ ദ്വാരക്കുന്ന ഒരാളാണ് ഞാൻ. വ്യക്തിപരമായി കൈനീട്ടേണ്ട ഒരു ഗതി വരുത്തരുതേന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളുടെ ഭാവിയിലേക്കുള്ള അടിത്തറയാണ് മദ്രസ. മദ്രസ ഇവിടെ ഭംഗിയായി നടക്കുന്നു. ഒരു മുത്തഅല്ലിമ് ആ മുത്തഅല്ലിമിൻ്റെ പേനെടുത്തു കൊടുത്തത് കൊണ്ട്, ഒരു കുടിച്ചു കിടക്കുന്നവൻ മുത്തഅല്ലിമിൻ്റെ കീശയിൽ നിന്ന് വീണ പേനെടുത്തു കൊടുത്തത് കൊണ്ട് ആ മനുഷ്യന് ഹിദായത്തിൻ്റെ വെളിച്ചം, പ്രകാശം കൊടുത്തത് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇൽമിൻ്റെ ഖാദിം അത് ചെറുതൊന്നല്ലല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇവിടെ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങളിവിടെ ചെയ്യണം. അൽഹംദുലില്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്താ നിങ്ങളെ ഹാല്? എന്തെങ്കിലും കഴിക്കേ? മാസത്തിൽ ഈ മാസം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ല, അടുത്ത മാസമാണോ? ആ ശമ്പളത്തിക്കും മറ്റോ 2000 ഉറുപ്പ്യ കൊടുക്കോ? അത് ഈ മാസമല്ല, അടുത്ത മാസം മേലെ. എന്നാ നിങ്ങൾക്ക് കഴിയണത്? നിങ്ങൾക്ക് കഴിയുന്നൊരു മാസം ഞാൻ 2000 ഉറുപ്പ്യ, ഒരു 2000 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റിയവരുണ്ടാ? നിങ്ങളോട് ഞാൻ പ്രയാസപ്പെടുത്തല്ലട്ടാ. സംഭാവന ബാധ എന്നോട് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എന്നോട് ഉസ്താദ് നല്ല ബാധ വരാനാ പറഞ്ഞത്. പറഞ്ഞു നോക്കി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു എന്നോട്. ഒരു 2000 ഉറുപ്പ്യ നിങ്ങൾ ഈ ഇവിടെ നടക്കുന്ന ദീനീ ദഅവത്തിലേക്ക്, ഞാൻ അതിൻ്റെ ഒരു മഹത്വം ഇനി പറയുന്നില്ല. ഇൻഷാ അള്ളാഹ് ആരെങ്കിലും ഉണ്ടോ ഒരു 2000 ഉറുപ്പ്യ ആക്കാൻ പറ്റിയവർ? അൽഹംദുലില്ലാഹ്, ഒരാളേറ്റു 2000 ഉറുപ്പ്യ. രണ്ടാമത്തെ ഒരാൾ തരും ഒരു 10 ഉറുപ്പ്യ. എനിക്ക് അത് അവിടെ ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. രണ്ട് ചെറുപ്പ സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. മൂന്നാമത്തെ ഒരാൾ 2000 ഉറുപ്പ്യ തരും. മൂന്നാമത്തെ 2000 ഉറുപ്പ്യ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു 2000 ഉറുപ്പ്യ നിങ്ങൾ നോക്കുക. പടച്ചവനെ, അത് കൊല്ലത്തിൽ എനിക്ക് 2000 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുമോ? ഈ കൊല്ലം കൊടുക്കുക, എന്നിട്ട് അടുത്ത കൊല്ലം കഴിയോ നോക്കുക. അള്ളാഹ് കൊടുക്കൂല, ഉണ്ടെങ്കിൽ അടുത്ത്, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. സാധിക്കൂലെങ്കിൽ കൊടുക്കണ്ട. റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2000 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുമോ നോക്കി. അൽഹംദുലില്ലാഹ്. ഇത് നിങ്ങൾക്ക് വെറുതെ ആകൂല. തങ്ങളുസ്ഥാൻ ഇരുത്തിയല്ലേ ഞാൻ പറയുന്നത്. സലാം തങ്ങളാ. അപ്പോൾ അള്ളാഹു ഒരു ആഫിയത്ത് കൊടുക്കട്ടെ. അവരിരുത്തി ഞാൻ പറയാം. അവിടുന്ന് നമുക്ക് ദുആ ചെയ്ത് തരും. മൂന്നാമത്തെ ഒരാൾ 2000 ഉറുപ്പ്യ കൊടുക്കുക. മൂന്നാമത്തെ ഒരാൾ ഒരു 2000 ഉറുപ്പ്യ ഈ പ്രാവശ്യം, അടുത്ത മാസവും അടുത്ത കൊല്ലം കഴിഞ്ഞാൽ കൊടുത്താൽ മതി. അത് ഞാൻ ഇപ്പോൾ പറയില്ല. നിങ്ങളിപ്പോൾ ഒരു 2000 ഉറുപ്പ്യം കൂടി ഈ മക്കളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? ഹായിബാകൂല, വെറുതെ ആകൂല. മനസ്സ് കെട്ടി നമ്മൾ റസൂലുള്ളാഹിന്റെ മക്കളെ കൊണ്ട് ദ്വാരിപ്പിക്കുക. ആരെങ്കിലും ഉണ്ടാ? ഒരു 2000 ഉറുപ്പ്യ. മൂന്നാമത് ഒരു 10 ഉറുപ്പ്യ ഞാൻ ചോദിക്കും. ഒരു 10 ഉറുപ്പ്യ 4000 ഉറുപ്പ്യായി. 2 ആൾ 2000 ഇല്ല, ഒരു 3 ആൾ കൂടി 2000 തരാൻ പറ്റിയവരുണ്ടാ? നിങ്ങളെ വിഷമിപ്പിക്കല്ലട്ടാ. ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ആവശ്യമാണെന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഉമ്മമാരെ ഭാഗത്താരുണ്ട്, കുട്ടികളാരും പോയൊക്കെയല്ലേ? ഉണ്ടെങ്കിൽ ഇപ്പം തരും അവർ. ഉമ്മമാരുണ്ടെങ്കിൽ പറഞ്ഞോളി. ഞാരെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ ഒരു 10 ഉറുപ്പ്യ ഞാൻ ചോദിക്കും. ഒരാളും കൂടെ 2000 ഉറുപ്പ്യ തരാൻ പറ്റിയവരുണ്ടാ? പറഞ്ഞാ ഒരു 2000 ഉറുപ്പ്യം കൂടി ആരെങ്കിലും ഉണ്ടാ? അതാ ബേക്കരുത് മോനെ, ബേക്കൊരു ചെറുപ്പക്കാരൻ. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പം 6 ഉറുപ്പ്യായി. 2 ആളും കൂടെ തന്നാൽ ഞാൻ നിർത്തും, തങ്ങളാപ്പോഴും ദ്വാരക്കും ഇൻഷാ അള്ളാഹ്. 6 ഉറുപ്പ്യായി. ഒരാളും കൂടെ 2000 തരും. ഈ ഇരിക്കണ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉള്ളപ്പങ്ങൾ കൊടുക്കുക. നമുക്ക് ഈ മാസം കഴിഞ്ഞാൽ അല്ലെ അടുത്ത മാസം, അല്ലെ അടുത്ത മാസം കടിയെങ്കിലും കൊടുത്തു. അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കൾക്ക് നിങ്ങൾ 2000 ഉറുപ്പ്യ കൊടുക്കും. മദ്രസ ഇവിടെ നടക്കുന്നു, തെർസ് നടക്കുന്നു. അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളും കൂടെ 2000 ഉറുപ്പ്യ ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞോളി. അതാ മോനെതാ. ആ കുട്ടി വേറെ എന്തോ നോക്കിയിരിക്കണം. മോനിക്ക് നല്ലൊരു പെണ്ണിട്ട് ഞാൻ തോർന്നോളട്ടാ. അത് വേറെ വയ്ക്ക് നോക്കിയിരിക്കണ. അതാ 8 ഉറുപ്പ്യായി. 4 ആൾ 2000 ഉറുപ്പ്യ. ഒരാളും കൂടെ തരും. ഒരാളും കൂടെ 2000. ഒരാളും കൂടെ തരും. ഒരാളും കൂടെ തന്നോളൂ. അള്ളാഹ് കൊടുക്കൂല. ഉണ്ടെങ്കിൽ 2000 ഉറുപ്പ്യ ദീനിന് വേണ്ടിയിട്ട്, ഇൽമിൻ്റെ ഖാദിമ്യങ്ങൾക്ക് വേണ്ടിയാ ചോദിക്കണം. നമ്മുടെ മക്കളുടെ ഭാവിയിലേക്കുള്ള അടിത്തറ മദ്രസക്ക് വേണ്ടിയാ ചോദിക്കുക. ഇൻഷാ അള്ളാഹ് അത് നിങ്ങൾക്ക് ഫലവത്താവും. ഒരാളും കൂടെ 2000 തരുമോ? ആരാളുള്ളത്? വിഷമല്ലെങ്കിൽ പറഞ്ഞോളി. 8 ഉറുപ്പ്യായി. ഇനിയില്ല, ഒരാളും കൂടെ 2000. അൽഹംദുലില്ലാഹ്. ഉള്ള സമയത്ത് റാഹത്ത് പോലെ കൊടുത്താൽ ഇതവിടെ 2000 ഉറുപ്പ്യ. അത് അവിടെ 2000 അല്ലേ? അപ്പോൾ 12000. ഇന്നൊരു 20 ആക്കി തന്നാളി. ഏതായാലും അതില് അൽഹംദുലില്ലാഹ് 12000 ഉറുപ്പ്യായി. ഇല്ല മക്കളെ, നമുക്ക് ദ്വാരക്കാം. ഇന്നൊരു 20 ഉറുപ്പ്യ ആക്കി തന്നാളി. 12 ഉറുപ്പ്യായി. അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഒരാളും കൂടെ 2000 തരുമോ? 12 ഉറുപ്പ്യായി.
ജ്യേഷ്ഠാനുജന്മാർ വിഷമല്ലേ, പെങ്ങന്മാർ തരുമോ? 2000 റുപ്യ തരാൻ പറ്റിയവർ? അൽഹംദുലില്ലാ 12 റുപ്യായി. 12 റുപ്യ ഉണ്ടോ? 2000 തരാൻ പറ്റിയ ഉണ്ടാ? ഉള്ള രൂപത്തിൽ കൊടുത്താൽ മതി നിങ്ങൾ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളെ. അൽഹംദുലില്ലാ അതിൽ 15 നിർത്താം. 20 നില 10 15 ആക്കാം. ആരെയും പറഞ്ഞാ മോനെ? അവർ പറഞ്ഞാ 2000 റുപ്യ അല്ലേ? അൽഹംദുലില്ലാ 14. അവിടെ ഒരു കുട്ടി പറയണേ അൽഹംദുലില്ലാ 16 റുപ്യായി. അല്ല 20 തന്നെ ആക്കാം. 20 റുപ്യ. അൽഹംദുലില്ലാ 16 റുപ്യായി. ഒരു 2 ആളും കൂടെ 2000 തന്ന 20 റുപ്യായി. ഞാൻ നിർത്തും. തങ്ങളാപ്പൊക്കെ തിരക്കുണ്ടോന്നോ? പിന്നെ നിങ്ങൾ ഇവിടെ അടുത്തല്ലേ. അതുകൊണ്ട് പ്രശ്നമല്ല, നമ്മൾ മുത്താണതേ, അതൊന്നും പ്രശ്നമല്ല. ഇൻഷാ അല്ലാ 16 റുപ്യായി. ഇനി ഉണ്ടോ? ഒരു 2 ആളും കൂടെ 2000 തരാൻ പറ്റിയത്? അൽഹംദുലില്ലാ മുത്താലിമികൾ അതവിടെ നിൽക്കണം. ഉണ്ടെങ്കിൽ കൊടുത്തോളേ 2000 റുപ്യ. 2000 റുപ്യ ഈ മക്കൾക്ക് വേണ്ടി കൊടുത്തോളൂ, വെറുതെ ആകൂല. 16 റുപ്യായി. ഉണ്ടോ ചെറുപ്പക്കാർ? അൽഹംദുലില്ലാ ആരുള്ളത്? ഒരു 2 ആളും കൂടെ തന്ന റാഹത്താവും. ഉണ്ടോ 2000 റുപ്യ കൂടി? 2 ആളും കൂടെ തരുമോ? പെട്ടെന്നായിക്കോട്ടെ, ഇനി ഞാൻ നീട്ടുന്നില്ല. അൽഹംദുലില്ലാ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. 2000 റുപ്യ തരാൻ പറ്റിയവർ ഹായിബാകൂല. അൽഹംദുലില്ലാ 20 റുപ്യ നിർത്താം. ഒരു 2000 റുപ്യ 1000 റുപ്യ എടുത്താലും വരുന്ന 1000 വീതം 4 ആൾ കൊടുക്കുമോ? 20 റുപ്യ തേക്കും ഇൻഷാ അല്ലാ. 20 എത്ര? 4. അൽഹംദുലില്ലാ ഈ ചെറുപ്പക്കാരൻ 4000 റുപ്യ. വിശേഷ നമ്മുടെ പ്രവർത്തനം ഹജ്ജിന് കൊണ്ടാ. അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ആ ഭാര്യയും മൂപ്പരും പോകേണ്ട ഒരു വിഷമവും പ്രയാസമില്ലാതെ ആ 2 സഹോദര സഹോദരിമാർക്ക് സന്തോഷത്തോടെ അറഫ, മിന, മുസ്ദലിഫ എല്ലാ സ്ഥലങ്ങളിലും പോയി തിരിച്ച് വീട്ടിലെത്താൻ, കുടുംബത്തിലേക്ക് എത്താൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. പഴയിൽ അബൂബക്കർ അല്ലേ, അള്ളാഹു ആ യാത്രയും നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. അബൂബക്കർബായി ഇപ്രാവശ്യം വലിയ റാഹത്താണുങ്ങളൊക്കെ 10,000-ങ്ങൾക്ക് 45,000 പേർക്ക് കിട്ടിയിട്ടില്ല. അത് പെട്ടവരാ ഞങ്ങളൊക്കെ. എല്ലാ വർഷവും ഞങ്ങൾ അമീർമാരായി പോകുന്നവരാ. അപ്പോൾ ഈ വർഷം ഇപ്പോൾ നല്ല തടസ്സമാണ്. ഇൻഷാ അല്ലാ തങ്ങളപ്പാടെ തൊഴിലൊക്കെ ഉസ്താദിൻ്റെ തൊഴിലൊക്കെ വേണം. അപ്പോൾ 4 റുപ്യ 20 ആക്കി. ഒരാൾ 1000 റുപ്യയുടെ ഏറ്റല്ലോ, ഒരാൾ 1000, അത് 25 ആക്കായിരുന്നു. നമുക്ക് 25 ആക്കിയാലോ? നമ്മൾ ഹജ്ജിന് പോണ ഒരാളല്ലേ 4000 റുപ്യറ്റ്. അപ്പം ഇൻഷാ അല്ലാ ഒരു 25 ആക്കി തന്നാളി. 1000 റുപ്യ ആരും തരുമോ? 20 റുപ്യായി. അതായത് ഉസ്താദ് 1000 റുപ്യ. അള്ളാഹു ഉസ്താദിൻ്റെ ഇൽമിൽ ഹല്ല് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഒരു നല്ല ഭാവി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ 21. ഇനി ഉണ്ടോ മക്കളെ? ചെറുപ്പക്കാരുണ്ടോ? 1000 റുപ്യ 25 നിർത്താം. 25 റുപ്യ ഞാൻ ചോദിക്കാം. 21 റുപ്യായി. അൽഹംദുലില്ലാ 6 റുപ്യം കൂടി കൊടുക്കുമോ? ഹായിബാകൂല. നിങ്ങൾ ഉള്ളതനുസരിച്ച് ഉള്ളപ്പോൾ കൊടുക്കുക. ആരാ ഉള്ളത്? ചോട്ടക്കുട്ടി. ആ കുട്ടിയൊക്കെ ആണെങ്കിൽ അത് നോക്കണില്ലല്ലേ. മോളെ പൈസ ഉണ്ടോ? ഉമ്മത്ത് പൈസ ഉണ്ടോ? ആ കുട്ടി പേടിച്ചു ഓടുക. ഉണ്ടോ? 21 റുപ്യായി. ഞാരെങ്കിലും ഉണ്ടാ? 1000 റുപ്യ ഇരിക്കണ കൂട്ടത്തിൽ 1000 കൊടുക്കാൻ പറ്റിയവരുണ്ടോ? ഈ മാസമോ അടുത്ത മാസമായിട്ട് ഉള്ള രൂപത്തിൽ നിങ്ങൾ കൊടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ 21 റുപ്യായി. ഒരു 4 റുപ്യം കൂടെ. ആരാ ബാക്കിൽ 6 റുപ്യ കൊടുക്കാൻ പറ്റിയവരുണ്ട്? അല്ലെങ്കിൽ 21 നിർത്താം. അൽഹംദുലില്ലാ വേറെ ചെറുപ്പക്കാരൻ 22. ഒരു 3 റുപ്യം കൂടി കിട്ടണം. ഒരു 3 റുപ്യം കൂടി കിട്ടണം. അൽഹംദുലില്ലാ ഇനിയുണ്ടോ? പറഞ്ഞോളി. ഒരു 3 റുപ്യം കൂടെ ഉള്ളത് സഹകരിച്ചോളൂ. ഞാൻ വിഷയം അറിഞ്ഞല്ലോ. മദ്രസയും ഇവിടെ നടത്തുന്നു, വരുമാനമൊന്നുമില്ല. ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. എൻ്റെ ഭവിഷ്യത്തൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ വരുമാനമില്ല, ഒക്കെ ഉണ്ടായിട്ട് വേണം. അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. അപ്പോൾ 22 റുപ്യായി. മക്കളെ സ്ത്രീകളെ ഭാഗത്തുണ്ടോ? ഒരു 3 പെണ്ണ് 1000 റുപ്യ. കുട്ടികൾ പോയിട്ടില്ല മോനെ? പോയിട്ടില്ലല്ലോ. പോയവരുണ്ട് വരുന്നില്ലല്ലോ, അറിയില്ലല്ലോ മോനെ. ഒന്ന് ചോദിച്ചു നോക്കാൻ. മോനക്ക് 2 പെണ്ണിട്ടാന്ന് വരക്കണം, അടിപൊളി പെണ്ണിട്ടാന്ന് വരക്കണം. ഒരു 3 റുപ്യ. അത് ഇൻഷാ അല്ലാ ഒരു 25 റുപ്യ നിർത്താം. 22 റുപ്യ. ഒരു 3 റുപ്യം കൂടി ഉണ്ടെങ്കിൽ പറഞ്ഞോളെ. അൽഹംദുലില്ലാ ഒരു 25 റുപ്യ. എന്തൊരു ഇതാണ് നമ്മുടെ ദീൻ്റെ ഖിദ്മക്കല്ലേ, ഒരു സാധാ മറ്റൊരു വിഷയത്തിനല്ലല്ലോ അത്. ഒരു 3 റുപ്യ മോനെ ആരെയും പറഞ്ഞാ? ബാക്കിൽ സ്ത്രീകളെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരു 3 റുപ്യം കൂടി പറഞ്ഞാൽ സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാ
22 റുപ്യായി. 2ഉം 4ഉം 1ഉമൊക്കെ നൽകിയ ആ സഹോദരങ്ങൾക്ക് അല്ലാഹു സിദ്ദീഖ് തങ്ങളുടെ ഹക്ക് കൊണ്ട്, അസ്ഹാബുൽ ബദറിൻ്റെ ഹക്ക് കൊണ്ട് അവർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, ഐശ്വര്യം കൊടുക്കുമാറാവട്ടെ. അമീൻ. മോനെ ആരും പറഞ്ഞ ചോദിച്ചു നോക്കി. 22 റുപ്യായി. അൽഹംദുലില്ലാ. പോയപ്പോൾ